മഹാനരായ റിഫായി ശൈഖ് തങ്ങളെ സംബന്ധിച്ച് ഖിദ്ർ നബി ലോകത്തോട് പറഞ്ഞത് അങ്ങനെയാണ്. 40 ദിവസത്തോളം ഞാനങ്ങ് മഹാനരെ ബന്ധപ്പെട്ടു, മഹാനരുമായിട്ട് ഞാൻ സംഗമിച്ചു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരു 40 വാക്കല്ലാതെ എന്നോട് മിണ്ടിയിട്ടില്ല. അത്ര കണ്ട് നാവിനെ നിയന്ത്രിച്ച മഹാനാണ് റിഫായി ശൈഖ്. നാവിനെ നിയന്ത്രിക്കാനാണ് വലിയ പണി, കൈകാലിനെ നിയന്ത്രിക്കാൻ വലിയ പണിയില്ല. കൈകാലിനെ നിയന്ത്രിക്കാൻ വലിയ പണിയില്ല, നാവിനെ നിയന്ത്രിക്കാനാ വലിയ പണി. ഹബീബായ നബി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് മഹാനരായ സുബൈർ തങ്ങൾ ചോദിച്ചല്ലോ, നബിയേ നബിയേ അയ്യുന്നജാത്ത്, രക്ഷ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ രക്ഷപ്പെടുക? ഞാൻ എങ്ങനെയാ പരലോകത്ത് രക്ഷപ്പെടുക? എങ്ങനെയാ എന്ന് ചോദിച്ചപ്പോ ഹബീബായ നബി തങ്ങളെ മാർഗം പറഞ്ഞു കൊടുത്തു. അംസിക അലൈക ലിസാനക, നിന്റെ നാവിനെ കൺട്രോൾ ആയിക്കോ. കണ്ടവരതെല്ലാം എണ്ണാ നിൽക്കണ്ട, കണ്ടവന്റെ കുറ്റങ്ങൾ പറഞ്ഞു നടക്കാൻ നിൽക്കണ്ട, വേണ്ടാത്തരങ്ങൾ പറയണ്ട, അനാവശ്യങ്ങൾ പറയണ്ട, ഫിത്ന ഫസാദ് പറയണ്ട. അതുപോലെ തന്നെ ആലിമീങ്ങളെ പ്രത്യേകിച്ച് പറയണ്ട. തങ്ങന്മാർ ആലിമീങ്ങളെ നല്ലോണം ജാഗ്രത. അവർ ആ കാണുന്ന കോലമല്ല, അവരിൽ ഇൽമെന്നൊരു സംഗതിയുണ്ട്, അത് വിഷമാണ്. അതുകൊണ്ട് ഒരാളെയും ആക്ഷേപിക്കണ്ട. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങളോട് ചോദിക്കപ്പെട്ടു, അയ്യുൽ വറഇ അശദ്ദു, തങ്ങളെ ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള വിഷയം ഏതാ? തങ്ങളെ നല്ല കഷ്ടമുള്ള വിഷയം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്യാൻ, പ്രവർത്തിക്കാൻ കുറച്ച് കഷ്ടമുള്ള റിസ്ക് ഉള്ള സംഗതി എന്തും ചോദിച്ചപ്പോ മഹാൻ പറഞ്ഞു, അല്ലിസാൻ, നാവ്. നാവിനെ നിയന്ത്രിക്കാൻ കുറച്ച് പണി തന്നെ. ഫിത്ന ഫസാദ് പറയാത്തവരില്ല, ഗീബത്ത് പറയാത്തവരില്ല. ഞങ്ങളൊക്കെ ആ വിഷയത്തിൽ സമന്മാരാണ്. അല്ലാഹു മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ കണ്ണും നാക്കും മൂക്കും ഓരോ അവയവങ്ങളും അല്ലാഹു കാത്ത് സലാമത്താക്കട്ടെ. ആരെങ്കിലും അങ്ങനെ പറഞ്ഞു പോയെങ്കിൽ അല്ലാഹു പൊരുത്തപ്പെട്ട് തരട്ടെ. ആ പറയപ്പെട്ടവർക്ക് അല്ലാഹു മാപ്പ് കൊടുക്കട്ടെ. അവരുടെ ദുനിയാവും ആഖിറവും അല്ലാഹു സലാമത്തിലാക്കട്ടെ. നാവിനെ നല്ലോണം നിയന്ത്രിക്കണം. ഇപ്പൊ റമളാൻ വരാനായി, നാളായി കുറച്ച് ദിവസമുള്ള. അപ്പൊ നല്ലോണം കൺട്രോൾ ആക്കേണ്ടത് നാവിന് തന്നെ. ബാക്കിയെല്ലാം കൺട്രോൾ ആണ്, പള്ളക്കൊന്നും പോകുന്നില്ല, പിന്നെ വേറെ പാച്ചൽ കളിയൊന്നുമില്ല. കാരണം എന്താ, പൈക്കുന്നു അങ്ങനെ വായത്ര, അല്ലാണ്ട് ആശയില്ലാഞ്ഞിട്ടല്ല. പിന്നെ MP എല്ലാം അങ്ങനെ നല്ലോ കുറച്ചെല്ലാം റീചാർജ് ആക്കുന്നതെല്ലാം കുറയുന്നു. നല്ലവർക്ക് കുറയുന്നു, എല്ലാവർക്കും അല്ല. ഏതായാലും ഫസ്റ്റ് കുറയുന്നു. ഫസ്റ്റ് റമളാൻ ഒരു 3 MB ഇല്ല, ഒരു കുന്തവും ഇല്ല. എന്തേ റമളാൻ ആകെയാ. ഉമ്മാമ വിരിച്ച മുസല്ല മടക്കിയിട്ടുമില്ല. ഈ ചങ്ങായിന്റെ MB MT കാലി. 4 കഴിഞ്ഞിട്ട് 8ന്റെ അന്ന് 1.5 GB ഉടക്കണം. ഉമ്മാമയും അങ്ങനെ ഫസ്റ്റിന്റെ നീയല്ലേ, ആ കേബിളൊന്ന് ഊരിറുമോളെ, വേണ്ട റമളാനല്ലേ ഊരിറും. അത് ഊരാൻ കഴിഞ്ഞ മരുമോക്ക്. കാരണം 1-2 ഫുള്ള് നോക്കിയതല്ല, അതും ഉപ്പ് കുടിച്ചിനാട്. ഇത് അവസാനം ഒരു ഊരിറുന്ന റമളാനല്ലേ, തക്ബീറാക്കുന്നില്ലേ? അങ്ങനെ ഊരല്ലേ, കേബിൾ മാത്രല്ല പൊരിഞ്ഞ, ഇടി സ്വിച്ച് ബോർഡേ പൊരിഞ്ഞു പോ. അത്രക്ക് ഈമാനില്ല ഊരിച്ചെടുത്ത പൊരിച്ചിട്ടെടുത്ത ഉമ്മാമ റമളാൻ 8 എന്ന് ചെല്ലാൻ തെറിഞ്ഞ ആ 8:30 മണിന്റെ സീരിയൽ കുത്തിയത്. നിങ്ങൾ ശരിക്കും ആണെങ്കിൽ ഡൗട്ട് ഉണ്ട്, പറഞ്ഞ ഉള്ളിൽ അങ്ങനെ ആണെന്നല്ലേ. നന്ന് ചിരിക്കണ്ട, നാളെ ക്ലിപ്പ് വരും. എല്ലാവർക്കും ബാധകാണ്. എനിക്ക് അവ്വലംബി നഫ്സി, പിന്നെ നിങ്ങൾക്ക് റമളാനാണ്. എല്ലാം കൊണ്ടും പരിശുദ്ധമായ മാസം. മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിമുൽ ജൗസി തങ്ങൾ പറഞ്ഞല്ലോ, ഖബറാളികളോട് അല്ലാഹു ചോദിക്കുമത്രേ, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ചോദിച്ചോളോ. തമന്നൗ, എന്തെങ്കിലും ആശയുണ്ടാ, എന്തെങ്കിലും ആഗ്രഹമുണ്ടാ, എന്തെങ്കിലും കൊതിയുണ്ടാ എന്ന് അഹ്ലുൽ ഖുബൂറിനോട്, ഖബറാളികളോട്, ആ മണ്ണറയിൽ കിടക്കുന്ന ജനങ്ങളോട് വല്ല ആഗ്രഹമുണ്ടെങ്കിൽ ചോദിച്ചോളോ എന്ന് അവരോട് ചോദിക്കുമ്പോ ആ മനുഷ്യർ അല്ലാഹുവോട് ചോദിക്കുന്ന ചോദ്യം എന്തറിയോ? തമന്നൗ യൗമൻ മിൻ റമളാൻ, റമളാനിൽ നിന്നിട്ടുള്ള ഒരു നാൾ കൂടാനുള്ള തൗഫീഖ് താ അല്ലാഹ്.
അത് കണ്ടിട്ട് ആശ തീർന്നിട്ടില്ല, അത് അനുഭവിച്ചിട്ട് മതി വന്നിട്ടില്ല. അതുകൊണ്ട് റമദാനിന്റെ ഒരു ദിവസമെങ്കിലും നീ ഞങ്ങൾക്ക് കാണിച്ചിറ, അതിലൊന്ന് കൂടാനുള്ള യോഗം തന്നറ, റമദാനിനെ ഒന്ന് അനുഭവിക്കാനുള്ള ഭാഗ്യം തന്നറ് എന്ന് ഖബറാളികൾ പോലും ആഗ്രഹിക്കപ്പെടുന്ന മാസമാണ് പരിശുദ്ധമായ റമദാൻ. എല്ലാം കൊണ്ടുവരും കാണാം. നാളെ രാത്രി ബറാഅത്താണ്. നാളെ രാത്രി എല്ലാം കൊണ്ട് തയ്യാറാവണോ. ഇന്നേതായാലും ക്ലബിന്റെ വിടയായി, ഇന്നേതായാലും കളികളത്തിലായി, ഇന്നേതായാലും മന്തിന്റെ പീടികയിലായി, ഇന്നേതായാലും വീട്ടിലായി, ഇന്നേതായാലും തേരാപാര നടക്കലായി. നാളെ നടക്കല്ലേ. നാളെ പരിശുദ്ധമായ ഈ ശഅബാനിന്റെ 15ന്റെ രാത്രി, ശ്രേഷ്ഠമായ രാത്രി, വളരെയധികം പോരിശയാകപ്പെട്ട രാത്രി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അതേ ആ രാത്രിയില്, നാളത്തെ രാത്രിയില് അല്ലാഹു തആല അവന്റെ അടിമകൾക്ക് നല്ലോണം പൊറുക്കുന്നുണ്ട്, ധാരാളം റഹ്മത്ത് ചെയ്യുന്നുണ്ട്. വലില്ലാഹി ഫീഹാ ഉത്തഖാഉം മിനന്നാർ. എത്രയോ കോടി ജനങ്ങള് അല്ലാഹു അവന്റെ വലിയ കാരുണ്യം കൊണ്ട്, കൃപ കൊണ്ട് നാളത്തെ രാത്രി നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. കലബ് ഗോത്രക്കാരുടെ ആടിന്റെ രോമത്തിന്റെ എത്ര പാപം ചെയ്തവരാണെങ്കിലും അവർക്ക് നാളല്ല പൊറുക്കുന്നു. അതുകൊണ്ട് നാളത്തെ രാത്രി നല്ലോണം ഹയാത്താക്കണോ. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ 3 യാസീൻ ഓതണോ. ആദരണീയരായ ഉസ്താദ്, ബഹുമാനപ്പെട്ട പണ്ഡിതവരേണ്യർ ഖലീലുദാരിമി ഉസ്താദ് വേണ്ടതുപോലെ നിങ്ങളോടത് പറഞ്ഞു തന്നിട്ടുണ്ടാവും. നാളത്തെ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ 3 യാസീൻ മറക്കണ്ട. ഉസ്താദ് നാളെ മാത്രം ഓതി മതിയാവല്ല, അത് എപ്പോഴും ഓതണം. നാളെ ബിള്ളൂല ഓതണം. ചില മനുഷ്യന്മാർ മനസ്സിലാക്കിയാണ് യാസീൻ ഓതേണ്ട, ഇതൊന്ന് ബറാത്തിന്റെ ഒന്ന് മോന്തിക്ക്, പിന്നെ ഒന്ന് മരിച്ച വരലി, അതിന്റെ അപ്പുറപ്പുറം തൊട്ടു നോക്കിടാൻ കയ്യാണ്. ആരോ ഒരാൾ ഖത്തം തീർക്കുന്നുണ്ടായില്ല, കുഞ്ഞാ ഖത്തം ഓതിയിട്ട് തീർക്കുന്നുണ്ടായിന്. അയാൾ ഓതിയിട്ട് ബുധനാഴ്ച എത്തുമ്പോ ഏകദേശം ഓതിയിട്ട് അൽ കഹ്ഫ് സൂറത്തിലൂടെ എത്തി. അയാൾ എന്താക്കി അറിഞ്ഞ അതിനവിടെ വെച്ചിട്ട് അതിന്റെ ഇപ്പുറത്ത് ഓതാൻ തുടങ്ങിയ. അയാൾ കേട്ടി ഇത് വെള്ളിയാഴ്ച മാത്രം ഓതേണ്ടതല്ലേ, എങ്ങനെയുണ്ട് അൽ കഹ്ഫ് വെള്ളിയാഴ്ച മാത്രം ഓതേണ്ടല്ലേ ഇപ്പൊ ഓതങ്ങനാണ്. എന്ത് ശനിയാഴ്ച ഹറാമാ? അല്ല, അൽ കഹ്ഫ് സൂറത്ത് വെള്ളിയാഴ്ച പ്രത്യേകം ഓതാം, ബാക്കി നാളുകളിലും ഓതണം. വെള്ളിയാഴ്ച നൗല ഓതണം. 12:58 ഓതേണ്ടത്, അതിരാവിലെ ഓതണം സൂറത്തുൽ കഹ്ഫ്. യാസീനും അങ്ങനെ. അല്ലെങ്കിൽ യാസീന് മഹത്തരമാണ്, ശ്രേഷ്ഠമായ സൂറത്താണ്, സുന്നത്താകപ്പെട്ട പതിവാക്കപ്പെടേണ്ട സൂറത്താണ്. ലികുല്ലി ശൈഇൻ ഖൽബുൻ വഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ. എല്ലാത്തിനും ഹൃദയമുണ്ട്. ഉമ്മമാര് കേട്ടോ, പെങ്ങള് കേട്ടോ, പൊന്നു മുസ്ലിമേ കേട്ടോ, ലോകത്തുള്ള സകല സൃഷ്ടികൾക്കും ഹൃദയമുണ്ട്, ഖൽബുണ്ട്. വഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ. ഖുർആനിന്റെ ഖൽബാണ്, ഹൃദയമാണ് സൂറത്തു യാസീൻ. ഖുർആനിന്റെ ഹൃദയമാണ്, ചെറിയ സൂറത്തല്ല. സൂറത്തു യാസീൻ ലിമാ ഖുരിയ. എന്ത് കാര്യം കരുതിയിട്ട് ഓതിയാലും അല്ലാഹു നിറവേറ്റി തരും കേട്ടോ, സംശയമില്ല. അതാണ് സൂറത്തു യാസീൻ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഒരാള് രാവിലെയാണ് യാസീൻ ഓതുന്നതെങ്കിൽ അയാൾ വൈകുന്നേരം വരെ മരണപ്പെടില്ല. ഒരാള് വൈകുന്നേരമാണ് യാസീൻ ഓതുന്നതെങ്കിൽ പിറ്റേന്ന് രാവിലെ വരെ അയാൾക്ക് മരണമില്ല. ഒരു വട്ടമോ വഫീ റിവായത്തിൻ 3 വട്ടമോ യാസീൻ ഓതിയാൽ ദീർഘായുസുണ്ട്. ഞമ്മ ദീർഘായുസിന് ജിമ്മിന് വായിന്ന് സുബൈ കണിച്ചിട്ട് ദീർഘായുസ്, പിന്നെ റട്ട നല്ല ബട്ടാട്ട പോലാവന്. അവിടെ പായിന്ത് തെറ്റൊന്നും അല്ല. ഈ നിസ്കാരം കള്ളാക്കിയിട്ട് ഓത്തും പൈത്തൊന്നും ഇല്ലാണ്ട് ഉമ്മ വിളിച്ചങ്ങ് കൂറ്റാട്ടാണ്ട് ബാപ്പാക്കൊരു കവളി വെത്തല കൊണ്ടേറ്റ് കൊടുക്കാണ്ട് നീ ജിമ്മിന് പോയെങ്കിൽ ജിം എടുത്ത ഞാൻ. നിന്റെ ജിമ്മ് അത് ആരോഗ്യം കൂട്ടാനുള്ളതല്ല, അത് ആരോഗ്യം ബെടക്കാവാനുള്ളതാണ്.
ആരോഗ്യം കൂടാനും ആയുസ് കൂടാനും ഐശ്വര്യം കൂടാനും സന്തോഷം കൂടാനും നാളെ ആഖിറത്തിൽ സലാമത്ത് ഉണ്ടാവാനും എല്ലാത്തിനും പറ്റിയതാണ് ഇസ്ലാമിന്റെ കർമ്മങ്ങള്, ദിക്റുകള്, ഖുർആൻ പാരായണങ്ങള്, ദാനധർമ്മങ്ങളൊക്കെ. ചെറിയ സംഗതിയല്ല. അതിൽ ആഖിറത്തിൽ കൂലി മാത്രമല്ല. ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ ഓതിയാൽ ആഖിറത്തിൽ കൂലി മാത്രമല്ല. അങ്ങനെ ആരും മനസ്സിലാക്കട്ടെ. ഖുർആൻ ഓതിയെങ്കിൽ ആഖിറത്തിൽ കൂലി മാത്രമല്ല. ഖുർആൻ ഓതിയാ ദുനിയാവിന്റെ പ്രശ്നങ്ങൾ തീരും, ആഖിറത്തിന്റെ പ്രശ്നം തീരും. മഹാനായ അബ്ദുല്ലാഹിൽ ഖുശൈരി റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിൽ ഖുശൈരി വലിയ മഹാനാണ്, സൂഫി ചക്രവാളത്തിലെ വലിയ മഹാനാണ്, ലോകമറിയപ്പെട്ട പണ്ഡിതനാണ്. ആ മഹാനരുമായി ബന്ധപ്പെട്ട ഒരു കിടാവിന് 1 കിലോ സ്വന്തം മകൻ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ ഒരു കിടാവ്, ആ കിടാവ് ഇങ്ങനെ വയറുവേദന കൊണ്ട് പിടക്കുകയാണ്, പൊളിയുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒരുപാട് മരുന്നുകൾ ചെയ്തു നോക്കി, ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ചെയ്തു നോക്കി, കുട്ടിക്ക് ശമനമില്ല. അങ്ങനെ ഇരിക്കെ വളരെ വിഷമത്തോടെ ബേജാറോടെ ഇരിക്കുമ്പോ, അല്ലെങ്കിലും മക്കൾക്ക് വേറെ വേദന, മക്കൾക്ക് രോഗമെന്ന് പറയുമ്പോഴാണ് ഉമ്മ ബാപ്പമാർക്ക് വലിയ ബേജാറ്. അല്ലേ 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 കിടാക്കൊക്കെ സുഖമില്ല എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ പരൻ്റെ ഉള്ളിൽ വർക്കില്ല. ഉമ്മ ബാപ്പാക്കും അങ്ങനെ തീരെ സുഖമില്ലാണ്ടാന്ത് സ്വന്തം തടിക്ക് വേറെമ്പലം വരുമ്പോഴല്ല, മക്കൾക്ക് വേറെമ്പലാകുമ്പോൾ, മക്കൾക്ക് സുഖമില്ലാണ്ടാകുമ്പോഴാണ്. അങ്ങനെയാണല്ലോ ഉമ്മ ബാപ്പല്ലേ അത്, അവർ അങ്ങനല്ലേ. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അവർ അങ്ങനെ ഒരുപാട് മരുന്നെടുത്തിട്ട് ഒരു മാറ്റവും ഇല്ല എന്ന് കണ്ടപ്പോ വളരെ വിഷമത്തോടെ ഇരിക്കുകയാണ്. അങ്ങനെയുണ്ട് രാത്രി ഉറങ്ങിയ നേരത്ത് ഹബീബായ നബി തങ്ങൾ സ്വപ്നത്തിൽ വരുന്നു. എന്നിട്ട് ചോദിച്ചു, എന്തേ വളരെ വിഷമത്തിൽ? അപ്പൊ മഹാൻ പറഞ്ഞു, നബിയേ, കിടാവിന് സുഖമില്ല, ഒരുപാട് പ്രയാസത്തിലാണ്, വേദന കൊണ്ട് പൊളയുന്നു, കുഞ്ഞിന്റെ വേദന കാണാൻ കഴിയുന്നില്ല. അപ്പോഴാണ് റസൂലുള്ള പരിഹാരം പറഞ്ഞു കൊടുക്കുന്നത്. ആയത്തു ശിഫ ഓതിയിട്ട് മന്ത്രിച്ചോ, ഖുർആൻ ഓതിയിട്ട് മന്ത്രിച്ചോ. അത് ആഖിറത്തിൽ കൂലിക്ക് മാത്രമുള്ള സംഗതിയല്ല. ദുനിയാവിന്റെ പ്രശ്നങ്ങൾ തീരാൻ, ലോകത്തിന് നല്ല വഴി കാണിച്ചു കൊടുക്കാൻ, ആഖിറം സലാമത്താകാൻ എല്ലാത്തിനും സിദ്ധൌഷധമാണ് പരിശുദ്ധ ഖുർആൻ. അലൈക്കും ബിശിഫായിൻ അൽ ഖുർആനു വൽ ഗസ്ലു. രണ്ട് മരുന്ന് എപ്പോഴും നിങ്ങളെ കയ്യിൽ വേണം. രണ്ട് മരുന്ന് എപ്പോഴും നിങ്ങളെ കയ്യിൽ വേണം, നിർബന്ധമാണ്. ഏതാ രണ്ട് മരുന്ന്? ഷുഗറിൻ്റെതും പ്രഷറിൻ്റെതും അല്ല. ഞങ്ങൾക്ക് നിർബന്ധം അതിനകത്ത്. പിന്നെ ഹജ്ജിക്ക് പോന്നെങ്കിൽ ഉംറക്ക് പോന്നെങ്കിൽ ഈൻ്റെ 1.5 കിലോ കീശയിലില്ലെങ്കിൽ ശരിയാവാൻ. തവാഫ് ഒന്ന് ഷോർട്ടായെങ്കിൽ മോശമില്ല, കുളിയെ കുടിക്കുന്നത് പറഞ്ഞിട്ടുണ്ടാണ്. ഉമ്മാമ ജൽറ്റ് കടത്തിനാണ് ഉപ്പാപ്പൻ്റെ. നിങ്ങളുടെ ചുറ്റുമ്പോൾ സഈ നടത്തുമ്പോ തവാഫാക്കുമ്പോ 6-7 വട്ടം തിരിയണ്ടേ? അതിൽ ഒന്ന് ഷോർട്ടായെങ്കിൽ മോശമില്ല, ആ ഷുഗറിന്റെ ഗുളിയെ തപ്പിയിട്ടുണ്ടാണ്. അതാണിപ്പോ മസ്റ്റായത്. അള്ളാഹു ഞങ്ങളെ കാക്കട്ടെ. ഞങ്ങളെ തടിയിലുള്ള രോഗങ്ങൾ ഈ മജ്ലിസിന്റെ വർക്കത്ത് കൊണ്ട് അള്ളാഹു മരുന്നൊന്നും കൂടാതെ ശിഫയാക്കി തരട്ടെ. സത്യത്തിൽ അലൈക്കും ബിശിഫായിൻ, രണ്ട് മരുന്ന് നിങ്ങൾ കയ്യിൽ വെക്കണേ എന്ന് നബി തങ്ങൾ പറഞ്ഞത്. ഒന്ന് അൽ ഖുർആനു വൽ ഗസ്ലു, ഒന്ന് വിശുദ്ധ ഖുർആനിന്റെ പാരായണം, അതനുസരിച്ചിട്ടുള്ള ജീവിതം. 2 തേനിന്റെ ഉപയോഗം. തേനാവണം. അല്ലാണ്ട് റോഡ് സൈഡിലും ഹോട്ടലിലും പീടിയലും എല്ലാം കിട്ടുന്നതെല്ലാം തേൻ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. പേര് ഹനി, ജേനു, തേന് നെല്ലാം ഉണ്ടാവും. എന്നാലും അത് ഒറിജിനൽ തന്നെ ആണോ അല്ലെന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. അത് അതിൻ്റെതായ മട്ടത്തിലുള്ളതാണെങ്കിൽ അത് മരുന്നാണ്. അള്ളാഹു കബൂലാകട്ടെ. അപ്പൊ അതെല്ലാം കയ്യിൽ വേണം. എന്നിട്ട് നാളത്തെ രാത്രി അടക്കം അള്ളാഹു താല പൊറുക്കപ്പെടാത്ത കുറച്ച് പേരുണ്ട്, അള്ളാഹു മാപ്പ് ചെയ്യാത്ത കുറച്ച് പേരുണ്ട്. നല്ല പോലെ കേട്ടോ, നല്ല പോലെ കേട്ടോ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, വലാ യൻദുറുല്ലാഹു ഫീഹാ, നാളത്തെ ഏറെ പോരിശിയാകപ്പെട്ട രാത്രിയായിട്ട് പോലും, കോടാനക്കോടി അള്ളാന്റെ ഭാവികളായ അടിമകൾക്ക് പൊറുക്കപ്പെടുന്ന രാത്രിയായിട്ട് പോലും, എത്രയോ കോടാനക്കോടി ജനങ്ങള് കത്തിയാളുന്ന നരകത്തിൽ നിന്നിട്ട് അല്ലാഹു മോചിപ്പിക്കുന്ന ബറാത്തിന്റെ രാത്രിയായിട്ട് പോലും, ബർക്കത്തുള്ള രാത്രിയായിട്ട് പോലും അല്ലാഹു തആല പൊറുക്കാത്ത, അല്ലാഹു നോക്കാത്ത 1, 2, 3, 4 പേരുണ്ട്. അതാരറിയുമോ? ഇലാ മുശ്രികിൻ വലാ ഇലാ മുശാഹിനിൻ വലാ ഇലാ ഖാത്തി റഹിമീൻ വലാ ഇലാ മുസ്ബിലിൻ വലാ ഇലാ ലിവാലിദൈഹി വലാ ഇലാ മുദ്മിനി ഖംറിൻ. സഹിയായ ഹദീസാണ്.
നല്ല പോലെ കേട്ടോ, ഉമ്മ കേട്ടോ, പിണങ്ങി നിൽക്കുന്നവർ കേട്ടോ, ബാപ്പ ഉമ്മയോട് ചൊടിച്ചവർ കേട്ടോ, കുടുംബക്കാരോട് അരിസത്തിൽ കഴിയുന്നവർ കേട്ടോ, മന്ത്രവാദിന്റെ അടുക്ക ജ്യോത്സ്യക്കാരന്റെ അടുക്ക കണക്ക് വെക്കാൻ പോകുന്നവർ കേട്ടോ, എല്ലാരും കേട്ടോളി. ഹബീബായ നബി തങ്ങൾ പറയാ, നാളത്തെ രാത്രി അല്ല പൊറുക്കാത്ത വിഭാഗം, അല്ല മാപ്പ് ചെയ്യാത്ത വിഭാഗം, അള്ളാന്റെ കാരുണ്യം ചൊരിക്കപ്പെടാത്ത വിഭാഗം ആരറിയുമോ? ഒന്ന് ഇലാ മുശ്രിക്കീൻ, മുശ്രിക്കാണ്, ബഹുദൈവാരാധകനാണ്, അവനല്ല പൊറുക്കില്ല, അവനിലേക്കല്ല നോക്കില്ല. വലാ ഇലാ മുശാഹിനീൻ, അതുപോലെ തന്നെ പരസ്പരം വൈരാഗ്യത്തിൽ പിണങ്ങി നിൽക്കുന്നവൻ, അരിസപ്പെട്ട് കഴിയുന്നവൻ, ചൊടിച്ചിരിക്കുന്നവർ, തർക്കത്തിലേർപ്പെട്ടവർ, അവർക്കല്ല നാളെ പൊറുക്കല. നീ അല്ലാട് പടച്ച റബ്ബേ പൊറുക്കല്ലാതെ പറഞ്ഞിട്ട് 3 യാസീൻ ഓതിയിട്ട് നാളെ ദുആരക്കുന്നതിന് മുന്നേ, അല്ലെങ്കിൽ അവിടെയുള്ള ദുആന്റെ മജ്ലിസിൽ കൂടുന്നതിന് മുന്നേ നീ അരിശപ്പെട്ടവരോടൊന്ന് ഫോണാക്കിയിട്ട് വിരിശത്തിലാവണോ, ഒന്ന് രാജിയാവണോ, ഒന്ന് നല്ല സുൽഹിലാവണോ, എന്നിട്ട് ദുആരുന്നു. ഇനി കേട്ടോ, വലാ ഇലാ ഖാതി റഹിം, എന്റെ വിഷയമാണ്, എനങ്ങോട്ട് എന്റെ വിഷയമാണ്, എനങ്ങോട്ട് വിഷയമാണ്. വലാ ഇലാ ഖാതി റഹിം, കുടുംബബന്ധം മുറിച്ചവർക്കും അല്ല പൊറുക്കില്ല. എളാപ്പാട് മിണ്ടാതെ നീ എടുത്തുവായിരുന്നിട്ട് കാര്യമില്ല, അളിയന്മാരോട് മിണ്ടാതെ നീ സിയാറത്തിന് പോയിട്ട് കാര്യമില്ല. അതെ, ആരോടാണോ നീ ബന്ധം മുറിച്ചത്, ആ ബന്ധം നന്നാക്കാത്ത കാലത്തോളം നിനക്കല്ല പൊറുക്കലാന്ന് മാത്രമല്ല, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹിം, കുടുംബബന്ധം മുറിച്ചവര്, കുടുംബക്കാരോട് ചൊടിച്ചു നിൽക്കുന്നവര്. കുടുംബമെന്ന് പറഞ്ഞാൽ കെട്ടിയോളും കുട്ടിയോളും മാത്രമല്ല, കുടുംബമെന്നത് വിശാലമായ സാമ്രാജ്യമാണ്. അവിടെ ഒരുപാട് പേരുണ്ട്. ആരോടായാലും നീ ചൊടിക്കണ്ട. കുടുംബ ചെല്ലിങ്ങാര്, ഫാമിലി ചെല്ലിങ്ങാര്, നീ എടാ, ഞാൻ ഗൾഫില് ഒക്കെ മാഷാ അല്ലാ, ഞാൻ മാത്രല്ല എന്റെ ഫാമിലി ഗൾഫില്. ആര് ഫാമിലി? കെട്ടിയോളും 3 കുട്ടിയോളും, ബാപ്പ ഉമ്മ, അഞ്ചന്മാറ് പെങ്ങന്മാറ് എല്ലാം നാട്ടിൽ. അപ്പൊ ഇത് ഫാമിലി അല്ലേ? ഇത് വിത്തൗട്ട് ഫാമിലിയാ. ഞാനും എന്റെ ഫാമിലി ഹാപ്പി. എന്റെ ഫാമിലി കെട്ടിയോളും കുട്ടിയോളും മാത്രമേ. ഫാമിലി എന്ന് പറഞ്ഞത്, കുടുംബം എന്ന് പറഞ്ഞത് അത് വിശാലമാണ്. അവിടെ ഉമ്മയുണ്ട്, ഉമ്മാമ്മമാരുണ്ട്, അവിടെ ബാപ്പയുണ്ട്, ഉപ്പാപ്പമാരുണ്ട്, അവിടെ ജേട്ടന്മാരുണ്ട്, അനുജന്മാരുണ്ട്, അവിടെ ജേട്ടത്തിമാരുണ്ട്, അനുജത്തിമാരുണ്ട്, അവിടെ എളാമയുണ്ട്, എളാപ്പമാരുണ്ട്, അവിടെ അമ്മായിമാരുണ്ട്, അമ്മോഷന്മാരുണ്ട്, അവിടെ അളിയന്മാരുണ്ട്, മച്ചുനമാരുണ്ട്, അവിടെ ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, അവിടെ മക്കളുണ്ട്, ഉമ്മയുണ്ട്, ബാപ്പയുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ മറ്റു നിലക്ക് കെട്ടുവഴിയായും വിവാഹം വഴിയായും മാതാപിതാക്കൾ വഴിയായും അനുജന്മാർ വഴിയായും നിനക്കങ്ങനെ കുടുംബം എന്നത് വിശാലമാണ്. ആയിഷ റളിയല്ലാഹു അൻഹാ ഇങ്ങോട്ടൊക്കെ നമുക്ക് ഈ കുടുംബം അയൽവാസം ചെല്ലെങ്കിൽ ആരറിഞ്ഞ കുടുംബം ചെല്ലെങ്കിൽ കെട്ടിയോളും കുട്ടിയോളും, അയൽവാസം ചെല്ലെങ്കിൽ വിളിച്ചെങ്കിൽ കൂറ്റാട്ടുന്നുള്ളൂ. അതിന്റെ അപ്പുറത്തതല്ല. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ടു, ആരാണ് അയൽവാസി? മഹദി പറഞ്ഞു, നിന്റെ 4 ഭാഗത്തു നിന്ന് നോക്കിയെങ്കിൽ 40 വീട്ടുകാർ അയൽവാസികളാണ്. ഇങ്ങനെ നോക്കുമ്പോ 40ഓളം വീട്, ഇങ്ങനെ നോക്കുമ്പോ 40ഓളം വീട്, ഏകദേശം 10 അടിക്കെത്തും, മൂസോടിക്കെത്തും. എത്തല്ലേ? നമ്മളെ കണക്കിലേ ഇല്ല. നമ്മളെ കണക്കിലെ അയൽവാസി കമ്പൗണ്ടിന്റെ നേരെ അപ്പുറത്തുള്ള എന്നിട്ട് ഓനില് നേരെ ഉണ്ടാ വലിയ കമ്പൗണ്ട് കൊത്തിച്ചിനോ എന്തേ ഓൻ വന്നിട്ടുണ്ടാന്ന് ആണ്ടുമ്പോൾ ദ്വാരുന്നതിനറിഞ്ഞ മീറാജിന്റെ ബറാത്തിന്റെ റമദാനിലും ദർഗന്റോടെയും ഉസ്താദുമാരിലും തങ്കന്മാരെയും കണ്ടിട്ട് ദ്വാരിപ്പിച്ചതിന് ഒരു ഫര ഉസ്താദ്, ഒരു ഫര ഉസ്താദ്, ഒരു ഫര കുറേയായി വാടകന്റെ റൂമിൽ ലീസിൽ ഉസ്താദ് ദ്വാരക്കോണെന്ന് പറഞ്ഞിട്ട് 756 കൊടുത്തു. എന്താ 756ന്റെ ഭാഗ്യമാ അല്ല ഉസ്താദിന്റെ ദ്വാന്റെ ഫലമാ? ഓനൊരു ഫര എത്തിച്ച് ഒരു 3-4 സെന്റ് ജാഗ അല്ലെങ്കിൽ കുറച്ച് സ്ഥലം, എന്നിട്ട് ഫരെല്ലാം കിട്ടുന്ന മുന്നേ ഓൻ 12 ലോഡ് ജെല്ലിയും 3 ലോഡ് 26 ലോഡ് കല്ലിയും എല്ലാം ചൊരിച്ചിട്ടും ഫസ്റ്റ് കെട്ടിയെന്ന് പറഞ്ഞ കമ്പൗണ്ട് ഓൻ ദ്വാരുന്നുണ്ട്. ഇത്ര നാക്കാല നീ ചങ്ങായി പേഹലെ
ഇതെന്താ ഫസ്റ്റ്? അതാരും വന്നിട്ടുണ്ടാന്ന് ഞങ്ങൾ തന്നെ ഇതിന്റെ ഉള്ളിൽ വന്നിരുന്നത് മാത്രമല്ല, കമ്പൗണ്ട് കെട്ടിയിട്ട് നല്ല ഗേറ്റും വെച്ചും ഡിജിറ്റൽ ഗേറ്റ്, റിമോട്ട് കൺട്രോൾ, എന്നിട്ടൊരു ബോർഡും, നായുണ്ട് ജാഗ്രത. ആരും വന്നിട്ടുണ്ടാ? നായിയുടെ എച്ചരിക്ക. ഇനി നായി ചത്തമ്പും ബോർഡുണ്ട് അവിടെ. എന്റെ വെച്ചോനെ വലിയ നായി. നായിന്റെ കൂടെ പോയി തന്നെ കണക്കൂട്ടിയോളി. കൂടെ എറിഞ്ഞെങ്കിലും ആ ബോർഡ് എറിയാലോ. നിങ്ങൾ നല്ലോണം നോക്കുമ്പോൾ എനിക്ക് ഡൗട്ടുണ്ട്, സംഗതി അങ്ങനല്ലേ അല്ലേ? അല്ല, നിങ്ങൾ ഈടുണ്ട് ഞാൻ ചെല്ലിറ്റ, നിങ്ങൾ ബേജാറാണ്ട, നിങ്ങൾ അരിസപ്പെടണ്ട, നിങ്ങൾ ചെല്ലിറ്റ ഞാൻ സംഗതി ഇല്ലേ? വർത്തമാന കാലത്ത് ഇങ്ങനെ ഇല്ലേ? തീർച്ചല്ലേ? എത്ര സ്ഥലത്തുണ്ട് ഞമ കണ്ടിന്. അത് ചില പൈസക്കാരോടാണ് ജോറില്ല. പാപ്പത്തിന്റെ ബോർഡ് പോയിട്ട് കമ്പൗണ്ട് കെട്ടനെ പൈസ ഇല്ല. ഓണ്ടന് മോന അതിനെ കട്ടിബലത്ത് കെട്ടിയോ. ചില ആൾക്കാർ, ചില പണക്കാർ അല്ലാഹു തആല പണം കൊടുത്തിട്ട് അനുഗ്രഹിച്ചു. മാഷാ അല്ലാഹ്. ഞങ്ങളുടെ നാട്ടിലുള്ള ചില പണക്കാർ, ബഹുമാനപ്പെട്ട ലത്തീഫാജിയെ പോലെ അൽഹംദുലില്ലാഹ്, എത്ര ജനങ്ങൾക്കാണ് പള്ള നിറയുന്നത്, എത്ര ജനങ്ങൾക്കാണ് സേവനം ചെയ്യുന്നത്. ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിലെല്ലാം മുന്നിട്ട് നിൽക്കുന്നവർ. നേരത്തെ പറഞ്ഞല്ലോ, അതൊരു ആലങ്കാരിക വാക്കല്ല. ഞാനിപ്പോ അയാളെ ഇരുത്തിയിട്ട് സ്തുതി പറയുന്നതല്ല. അയാൾ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയാല. എനിയിപ്പോ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുകൊണ്ട് എനിക്ക് ആറൊന്നും കിട്ടാൻ പോകുന്നില്ല, ഞാൻ മേങ്ങാൻ വരുന്നുമില്ല. എന്നാലും സംഗതി അൽഹംദുലില്ലാഹ്, നേരത്തെ പറഞ്ഞു ബഹുമാനപ്പെട്ടവർ ഈ പിന്നെ ഇവിടെ കമ്മിറ്റിയുടെ തലപ്പത്ത് വന്നതിന് ശേഷമാണ് മാഷാ അല്ലാഹ് നല്ലൊരു മനോഹരമായത് അല്ലേ? ഒരു പരിസരവും ഈ മുറ്റവും പള്ളി പരിസരവും ഒക്കെ റാഹത്തായി. കാണുമ്പോ തന്നെ 2 റക്അത്ത് നിസ്കരിച്ചിറാന്ന്. എന്തില്ലെങ്കിൽ സെൽഫി എടുക്കാൻ വന്നെങ്കിൽ നിസ്കരിച്ചിറോ അല്ലേ? ഊടുന്ന് തന്നെ പോന്ന അങ്ങനെ. അപ്പൊ അവിടെ സെൽഫി എടുക്കാൻ വന്ന അൽഹംദുലില്ലാഹ് നല്ല റാഹത്ത്. അല്ലെങ്കിൽ ഉപ്പളകുന്നി എന്ന് പറയുമ്പോ അത് എല്ലാത്തിലും ഒരു അറിയപ്പെട്ട നാടാണ്. ഒരുപാട് കാലം ദർസ് നടത്തി ഉള്ള നാട്, പണ്ട് കാലം മുതലേ ദർസുള്ള നാട്. നല്ല ഉപ്പള റേഞ്ചില് നമ്മൾ ഈ മേഖലയില് അറിയപ്പെട്ട വിശാലമായ ഉയർന്ന ക്ലാസ്സുകളുള്ള 100 കണക്കിന് വിദ്യാർത്ഥികൾ, ആണുകിടാക്കളും പെണ്ണുകിടാക്കളും പഠിക്കുന്ന മദ്രസകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മദ്രസ ഞങ്ങൾ ഉപ്പളകുന്നിലെ മദ്രസയാണ്. ദർസ് പണ്ട് കാലം മുതലേയുണ്ട്. ഒന്നരായ ശൈഖുന ബഹുമാനപ്പെട്ട എം.പി. സഅദി ഉസ്താദ് നീണ്ട 7 വർഷത്തോളമോ 9 വർഷത്തോളമോ എന്തോ ഇവിടെ ദർസ് നടത്തിയിരുന്നു ഞങ്ങളെ ഉസ്താദ്. ഇപ്പോഴും ബഹുമാനപ്പെട്ട ഒന്നരായ ഉസ്താദ് അബ്ദുൽ ഹമീദ് മദനി ഉസ്താദ് സുഖമില്ലാതെ ഇന്ന് വീട്ടിൽ വിശ്രമത്തിലാണ്. അല്ലാഹു പൂർണ്ണാരോഗ്യം നൽകട്ടെ. മഹാനരായ പണ്ഡിതരാണ്, പ്രഗത്ഭരായ പണ്ഡിതനാണ്. ഒരുപാട് പണ്ഡിതന്മാരുടെ മഹാനരായ ഗുരുവാണ്. ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് കാലം മുന്നെയും ഇപ്പോഴും ഈ നാടിന്റെ മുദരിസായി ജോലി ചെയ്തിരുന്നയാളാണ്. മാത്രമല്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ മഞ്ചേശ്വരം മേഖല മുഷാവറ അംഗമാണ്. ജംഇയ്യത്തുൽ ഖുതബാഇന്റെ കരുത്തനായ സാരഥിയാണ്. പ്രഗത്ഭരായ മഹാനരാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. എല്ലാ നിലക്കുള്ള പ്രയാസങ്ങളും അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. എല്ലാ നിലക്കുള്ള രോഗങ്ങളിൽ നിന്ന്, ക്യാൻസർ പോലെയുള്ള വലിയ വലിയ രോഗങ്ങളിൽ നിന്ന്, ഷുഗർ പ്രഷർ പോലെയുള്ള മാറാവ്യാധികളിൽ നിന്ന്, ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് ബ്ലോക്ക്, ആക്സിഡന്റ് പോലെയുള്ള പ്രയാസങ്ങളിൽ നിന്ന് ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങളെയും ഈ പറയപ്പെട്ട എല്ലാവരെയും കാത്ത് സലാമത്താക്കട്ടെ. പറഞ്ഞു വന്നത് കുടുംബക്കാരെ അകറ്റണ്ട, അവർ വരുമ്പോ ഗേറ്റ് അടക്കണ്ട. പറഞ്ഞു വന്നതിന്റെ അർത്ഥം നീ അവർക്ക് നിന്റെ ജാഗന്റെ പട്ട അതല്ലെങ്കിൽ ആധാരം കൊടുക്കണമെന്നല്ല. നിങ്ങൾ വെളിച്ചിട്ട് പോകുന്ന കാണുമ്പോൾ എനിക്ക് ബേജാറാണ്. ഇയാളിന് ചെല്ലിയുള്ള എന്റെ ജാഗന്റെ പട്ടനെ ഏളാമാക്കി കൊടുക്കാൻ ചെന്നാന്ന്. പേടിക്കണ്ട. ആശ ഉണ്ടെങ്കിൽ കൊടുത്തോളി, ബേജാറൊന്നുമില്ല. ഇനി എന്ത് കൊടുത്തെങ്കിലും കൊടുത്തില്ലെങ്കിലും ആ പിരിസപ്പാട് മുറിക്കണ്ട. അല്ലെങ്കിൽ നീ കൊടുക്കുന്ന കിറ്റില്ലേ, കിറ്റാട്ട് കെട്ടാട്ട് നീ ആർക്ക് കൊടുക്കുന്നെങ്കിലും ഫസ്റ്റ് കൊടുക്കണ്ടേ കുടുംബത്തിൽ. അവർക്ക് തന്നെ കൊടുക്കണമെന്നല്ല, നാട്ടുകാർ പട്ടിണിയാവും. എന്നാലും മുന്തിക്കേണ്ടത് അവരെ. കാരണം അവർക്ക് കൊടുത്ത 2 കൂലിയുണ്ട്. നാട്ടുകാർക്ക് 1 കിറ്റ് കൊടുത്തെങ്കിൽ 1 കിറ്റിന്റെ കൂലിയാണ് നിനക്ക്. അതേസമയത്ത് കുടുംബത്തിൽപ്പെട്ടവൻ 1 കിറ്റ് കൊടുത്താൽ 2 കിറ്റ് കൊടുത്ത കൂലിയുണ്ട്. 1 കിറ്റ് കൊടുത്ത കൂലി, സദക്കാന്റെ കൂലി, പിന്നൊന്ന് കുടുംബബന്ധം ചേർത്തു എന്ന കൂലി. നാട്ടുകാർക്ക് കൊടുത്തെങ്കിൽ മോശമില്ല, നാട്ടുകാരെ മംഗളത്തിൽ വിളിച്ചെങ്കിൽ മോശമില്ല, നാട്ടുകാരെ വിളിച്ചിട്ട് ബഫേ സിസ്റ്റമാക്കിയെങ്കിൽ മോശമില്ല, കുടുംബക്കാരെ വിളിക്കാൻ അല്ലേ. ഇയാൾ ആജി ഡബിൾ ആജിയാ ത്രിബിൾ ആജിയാ എന്തോ, ഇയാൾ അജിന് പോകുന്നാലോ. അതിൻ്റെ ഇടയ്ക്ക് ഇയാൾ വലിയ മംഗലം ചെല്ലെങ്കിൽ ബടാ മംഗലം, ഡിജിറ്റൽ മംഗലം അല്ല, ഇത് മൗലൂദ്. അജിന് പോകുന്ന ആളെ
ഹജ്ജിന് പോകുന്ന ആളെ മൗലിദ്, ഭയങ്കര മൗലിദ്. എല്ലാ നാട്ടിലെ പരിസരത്ത് ഖത്തീബുമാരുണ്ട്, തങ്ങന്മാരുണ്ട്, എല്ലാരും ഉണ്ട്, ഖാദിമാരുണ്ട്, ഹാജിമാരുണ്ട്, എല്ലാരും ഉണ്ട്. രാഷ്ട്രീയ പാർട്ടിക്കാർ തേച്ചുണ്ട്, നാട്ടുകാർ ഫുള്ളുണ്ട്. എന്തേ ഇയാൾ ഉംറക്ക് പോകുന്ന, ഹജ്ജിന് പോകുന്ന ഇയാൾ വിളിക്കാത്ത മനുഷ്യന്മാരില്ല. ഇയാൾ വിളിച്ചിട്ട് പേടിച്ചിട്ട് രാഷ്ട്രീയ ചെല്ലെന്നറിഞ്ഞ നീ കണ്ടോരില്ല, നീ എന്നെ ചെല്ലിയേറും വിട്ടുണ്ടാ, ആരെയും വിട്ടുണ്ടാ. ആയി നല്ല കാര്യം തന്നെ, നല്ല കാര്യം തന്നെ. പോകുമ്പോൾ മൗലിദ് ഓദിക്കുന്നത് നല്ല കാര്യം, നാട്ടുകാരെല്ലാം വിളിപ്പിച്ചിട്ട് ഭക്ഷണം കൊടുക്കുന്നത് നല്ല കാര്യം. നിങ്ങൾക്ക് വിളിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ നല്ല സൗകര്യമുള്ളവരെ ഏൽപ്പിക്കുന്നതും നല്ല കാര്യം. ശരി ശരി, ഇങ്ങളെല്ലാവരും വിളിപ്പിച്ച ഈ മനുഷ്യന്റെ മൗലിദ് പടമൗലിദ് റഹ്മാനെ 11:30 മണിക്ക് തുടങ്ങിയ തീറ്റില്ലേ 4:40 ഇടീ ജില്ലക്കാരും വന്നില്ല. ആ വന്ന കൂട്ടത്തിൽ എളാവില്ല. ഓന് 3 എളാവുണ്ട്, 2 മൂത്തുണ്ട്. അതിൽ 2 മൂത്തമാറും ഉണ്ട്, മൂത്തമ്മമാരുണ്ട്, മക്കളും ഉണ്ട്, 2 എളാബയും ഉണ്ട്, 1 എളാവില്ല. എളാവിന്റെ വിഷയം ചെല്ലുമ്പോൾ ഒരാൾ പോകുന്നതാണ്. ഇത് കേക്കി, നിങ്ങൾ എന്നെ കേക്കി, 1 എളാവില്ല. ഈനെന്താ ആൾക്കാർ നോട്ടാക്കി, നോട്ടാവുമല്ലോ. കാരണം അയാൾ എല്ലായിടത്തും ഉള്ള മനുഷ്യനാണ്. എല്ലാ നല്ല ഇടങ്ങളിലും അയാളാവുണ്ട്, എല്ലാ സ്ഥലത്തും അയാളുണ്ടാന്ന്. പള്ളിയിലുണ്ട്, പറമ്പിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. മരിച്ചെടുത്തുണ്ട്, മംഗലത്തിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. സ്വന്തം ഈ ചങ്ങായി എളാവ മോനല്ലേ, എളാവാന്റെ മോനല്ലേ. ഇയാളാരിപ്പോ എളാവാക്ക്? നിങ്ങന്റെ മുണ്ടുന്നില്ല, നിങ്ങന്റെ ഈ ഊതിയ പുക പോലെ ദമ്മു പിടിച്ചിരുന്നേ. നിങ്ങൾ എന്റെ കൂടെ ചെല്ലി വായി വളർന്നിരിക്കുന്നു. ഇത് പാട്ടല്ല. എളാബാക്കി ഇയാളാരിയെന്ന് ആ മോന്, നിങ്ങൾ എന്റെ കൂടെ പോകണം. നിങ്ങൾ ഔട്ട് ഓഫ് റേഞ്ചിലാവാൻ കഴിയ. പാട്ടതിനങ്ങ് സാരില്ല, ഇത് ദീനല്ലേ, ഇത് ഇൽമല്ലേ. അള്ളാഹു കബൂലാക്കി തരട്ടെ. എല്ലാവരും നോക്കിയത് ഇയാളാവാൻ, അയാളെ കാണുന്നില്ലല്ലോ. അല്ലെങ്കിൽ എല്ലായിടത്തും അയാൾ മുന്നേ ഉണ്ടാന്ന്. ബീച്ചില്ലെങ്കിൽ ബീച്ചറി ബിരിയാണി ഇടട്ടാ, ഐസ്ക്രീം വേണ, ഇയാളെ കാണുന്നില്ല. കാണാണ്ടാകുമ്പോ ഒരു നല്ലൊരു മനുഷ്യൻ ഇയാൾ അസർക്ക് പള്ളിക്ക് വന്നപ്പോ കേട്ടു. ആരുവിന് പള്ളിക്ക് വന്നപ്പോ ആര് വന്നപ്പോ ഈ ആദ്മി ഉംറക്ക് പോകുന്ന ആള്, ഈ മനുഷ്യൻ, ഇയാള് മാരുവിന് പള്ളി കഥ കേട്ട് അയാളെ പ്രശ്നം കേട്ട് എന്തെന്ന് എങ്ങനെ മൗലിദെല്ലാം റാഹത്താനല്ലേ. ആ മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹ് കബൂലാക്കട്ടെ. നിങ്ങളെ യാത്ര അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ, മംഗളമാക്കട്ടെ എല്ലാം പറഞ്ഞിട്ട് പിന്നെ ഇയാൾ കേട്ട് എല്ലാവരും ഉണ്ടായോ, ഇടീ മനുഷ്യന്മാരും ഇടീ നാട്ടുകാർ എല്ലാവരും ഉണ്ടായി. എന്നുകിലും നിങ്ങളെ ചെറിയ ആളാ അയാൾ ഇക്ബാൾ, അയാൾ വന്നിട്ടില്ലല്ലേ. ഇക്ബാളല്ല, മസലൻ ഫോർ എക്സാമ്പിൾ, ഉദാഹരണം തക്ദീറൻ, അയാൾ വന്നിട്ടില്ലല്ലേ. അപ്പൊ ഇയാൾ ജില്ലെന്ന് പറഞ്ഞ ആരി ഈ ഉംറക്ക് പോകുന്ന പടമൗലിദ് നടത്തി ഇയാൾ ജില്ലെന്ന് പറഞ്ഞ ഇല്ല, അയാളെ ഞാൻ വിളിച്ചിട്ടേ, അയാൾ അവനെ വിളിച്ചിട്ടേ. ഞാൻ നേരില്ല. നിങ്ങൾ നേരാണ്ടേ, നിങ്ങൾ മൈസൂർക്ക് ടൂർ പോകുന്നല്ലേ, നിങ്ങൾ ഊട്ടിക്ക് ജാറം പോകുന്നല്ലേ, നിങ്ങൾ ഉംറക്ക് പോകുന്നല്ലേ, നിങ്ങൾ നേരാണ്ടേ. അതെല്ലാം മറക്കണ്ടേ, അതെല്ലാം പൊറുക്കണ്ടേ. നോക്കും ഇയാൾ ജില്ലെന്ന് പറഞ്ഞ അല്ല പൊരുത്തപ്പെട്ടെങ്കിൽ ഞാൻ ഓന് പൊറുക്കല. ചങ്ങായേ, നീ മൂസോടി പോയിട്ട് ആ കടപ്പുറത്ത് കുളിച്ചിട്ട് വാ. നീ ഉംറക്ക് പോണ്ട, നീ ഹജ്ജിന് പോണ്ട. അല്ല പുറത്തെങ്കും ഓൻ പൊറുക്കാലോ. ആരിപ്പോ നിന്റെ പൊറ്റ ഈ കിബറിന്റെ പൊറ്റ ആർക്ക് വേണോ? നിന്റെ ഉംറ കിട്ടാണ്ട്, നിന്റെ ഹജ്ജ് കിട്ടാണ്ട്, നിന്റെ നിസ്കാരം കിട്ടാണ്ട്, എന്റെ അള്ളാഹ്ക്ക് അല്ലാഹുവിന്റെ ബെറ്ററിലോ അയാടാ. നീ ഭക്ഷണം കൊടുക്കാണ്ട് നാട്ടുകാർ പട്ടിണി കിടന്ന ഇതെന്തോ ടൂറാ. അപ്പൊ പോന്നെങ്കിൽ മര്യാദക്ക് പോണോ? എല്ലാവരെക്കാളും നിന്നെ ബന്ധം ചേർക്കേണ്ടത് കുടുംബക്കാരോട്. നീ എത്ര ഹജ്ജ് ചെയ്തവനായാലും, എത്ര ഉംറ ചെയ്തവനായാലും, കുടുംബ ബന്ധം മുറിച്ചവനാണെങ്കിൽ നിന്നെ അല്ലാഹ് ശപിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ട്, ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ്. നീണ്ട ആയത്താണ്. കുടുംബബന്ധം ചേർക്കുന്നതിന്റെയും മുറിക്കുന്നതിന്റെയും ഫലങ്ങളും ദുഷ്ഫലങ്ങളും എല്ലാം വിശദീകരിച്ചിട്ട് പടച്ച റബ്ബ് പറയുകയാണ്, കുടുംബമെന്ന ആ സംഗതികളോട്, കുടുംബക്കാരാകുന്ന മനുഷ്യന്മാരോട്, അത് കെട്ടിയോള വാഴ്കക്കാരാവട്ടെ, അത് ആര് തന്നെയാവട്ടെ, അവരോട് നീ അരിസപ്പെട്ട് കഴിയുന്നുണ്ടെങ്കിൽ, അവരോട് ബന്ധം മുറിച്ചവനാണെങ്കിൽ, ഉലൈക ലഅനഹുമുല്ലാഹ്, ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ്, നിങ്ങളെ അല്ലാഹ് ശപിച്ചിട്ടുണ്ട്. കുടുംബം മുറിച്ചവര്, കുടുംബക്കാരോട് ആരിസത്തിൽ കഴിയുന്നവര്, അമ്മായി കേൾക്കണോ, മരുമോള് കേൾക്കണോ, എത്ര കാലമായി നിങ്ങൾ മിണ്ടാതെ? അളിയ
അളിയന്മാർ കേൾക്കണോ, മച്ചുനമാർ കേൾക്കണോ, എത്ര കാലമായി നിങ്ങൾ പരസ്പരം കാണാതെ കേൾക്കണോ, നല്ല പോലെ കേൾക്കണോ. ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ്, ഇബ്ലീസിനെ ലഅനത്തിട്ടതുപോലെ അവർ ശപിക്കപ്പെട്ടവരാണ്, ലഅനത്തിടപ്പെട്ടവരാണ്. മാത്രമല്ല മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞത് കാണാം, വയഖതഊന മാ അമറല്ലാഹു ബി അയ്യൂസല, ചേർത്ത് വെക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ബന്ധം, ഊഷ്മളമാക്കണമെന്ന് പറഞ്ഞിട്ടുള്ള കുടുംബബന്ധം, ഹൃദയസ്പർശിയാക്കണമെന്ന് പറഞ്ഞിട്ടുള്ള കുടുംബബന്ധം, നല്ല നിലക്കാവണമെന്ന് പറഞ്ഞിട്ടുള്ള കുടുംബജീവിതം, അത് മുറിച്ചവരാണെങ്കിൽ അവരോട് ദേഷ്യപ്പെട്ടവരാണെങ്കിൽ അതേ അല്ലാഹു പറയുകയാണ്, ഉലൈക ഹുമുൽ ഖാസിറൂൻ, അവര് പരാജിതരാണ്, അവർ വിജയിക്കില്ല, അവർ ഒരിക്കലും രക്ഷപ്പെടല. അവരായി അമൽ അല്ലാഹുക്ക് വേണ്ട. എന്തിനേറെ പറയണോ, കുടുംബബന്ധം മുറിച്ചവരാണെങ്കിൽ അവരുടെ ദുആക്ക് ഉത്തരമില്ല. ഷഫീഉൽ വറാ റസൂലുള്ളാഹ്. ചില ആൾക്കാർ വിചാരിച്ചാണ് ആരിലും മുണ്ടിലങ്ങ് സാരില്ല, ഇത്രക്കുള്ള നിസ്കാരത്തിന്റെ കല നെറ്റിലുണ്ടെങ്കിൽ മതിയെന്ന്. നെറ്റിലുള്ള കലാവിന് നിസ്കരിക്കണമെന്നില്ല, 4 കുറി ഊർജ്ജങ്കും വരുന്നു. ശരിക്കൊന്ന് ഊർജ്ജെങ്കിലായി. നിസ്കാരത്തിന്റെ കല അല്ല പ്രധാനം, കലക്ക് വിലയുണ്ട്. ആ നിസ്കാരത്തിന്റെ ആ തഴമ്പിന്, ആ അടയാളത്തിന് അല്ലാണ്ടക്ക് വലിയ വിലയുണ്ട്. പക്ഷെ ഈ കപടന്റെ, ഈ ഫിത്തനക്കാരന്റെ, ഈ കുടുംബബന്ധം മുറിച്ചവന്റെ, ഈ ഏഷണിക്കാരന്റെ, ഈ ഫിത്തന ഫസാദ് പറഞ്ഞു നടക്കുന്നവരുടെ നിസ്കാരത്തഴമ്പിന് വിലയില്ല. അതിന്റെ നിസ്കാരത്തഴമ്പ് എന്തിനാ? നിസ്കാരത്തഴമ്പ് അതിന്റെ ആവശ്യമുണ്ട്. ചില ആൾക്കാർ അങ്ങനെ കുറെ ഹജ്ജ് ചെയ്യും, കുറെ ഉംറക്ക് പോകും, കുറെ നിസ്കരിക്കും, കുറെ ഖുർആനല്ലോ ഓതും. പക്ഷെ കുടുംബക്കാരുടെ നേരെ അത് ഈടനുണ്ട് 1, 2, 3 ആള്. നിങ്ങ എന്റെ വീട് നോക്കണ്ട, എനിക്കറിയോ അത്. കുടുംബം എന്നത് വലിയ കാര്യമാണ്, അത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. നിങ്ങൾ കുടുംബക്കാരോട് ചോദിച്ചിട്ട് അള്ളാഹിനെ ഇഷ്ടപ്പെടുത്താൻ നോക്കണ്ട, നടക്കാല. അവരോട് നല്ലൊരു വേണോ ഉസ്താദ്? അപ്പൊ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് വരുന്നതിന്റെ അർത്ഥം, നിങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നതിന്റെ അർത്ഥം ഇനി ഡെയിലി പോയിക്കൊണ്ട് വന്നോണ്ട് വേണ്ട. അങ്ങനല്ല. കുടുംബബന്ധം ചേർക്കണമെന്ന് പറഞ്ഞാൽ അവരോട് നല്ല ഇഷ്ടത്തിലും പിരിശത്തിലും പോകണം. നീ ആവതുള്ളവനാണെങ്കിൽ അവരെ നല്ലോണം സഹായിക്കണോ. പിന്നെ അവരോട് എന്തെങ്കിലും ഫംഗ്ഷനും കാര്യമെല്ലാം ഉണ്ട് വിളിച്ചെന്ന് കണ്ടെങ്കിൽ നീ നല്ല മനസ്സിൽ പോകണോ. നിന്റെ അടക്കം എന്തെങ്കിലും കൊണ്ടുവന്നുണ്ടെങ്കിൽ അവരെയും വിളിക്കണോ. നിനക്കാന്ന് പോകുന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കണോ. എല്ലാത്തിനക്കാരും അവരെ പിരിശം വെക്കണോ. അവരെല്ലാ സുഖങ്ങളിലും ദുഃഖങ്ങളിലും നീ പങ്കാളിയാവണോ. അവരോട് വലിയ പിരിശപ്പാട് വേണോ. അവർക്ക് വേണ്ടി ദുആ. നീ അവരോട് അരിസപ്പെട്ട് കഴിയുന്നുണ്ടെങ്കിൽ നിന്റെ ദുആക്ക് പോലും ഉത്തരവില്ല. നീ ഖോജ രാജാവായിട്ട് ഗുണമില്ല, നീ ആജിയല്ല തങ്ങളായിട്ടും ഗുണമില്ല. മഹാനായ അബൂ ഹുറൈറ മണി 11 ആയിക്കൊണ്ട് വന്ന്, സംഘാടകർ സൂചിപ്പിച്ച സമയമായിക്കൊണ്ട് വന്ന്. ഇൻഷാ അല്ലാഹ് ഒരു 10-20 മിനിറ്റുള്ള തുടങ്ങിയിട്ടായി. ഞാൻ തുടങ്ങിയിട്ട് തന്നെ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടായി. എത്ര പേര് നോക്കാലോ സമയമല്ലേ. അല്ലെങ്കിൽ എന്തുസ്ത ഇത്ര സ്പീഡ് ചെല്ലിട്ട് ഇങ്ങനെ ഏങ്കർക്കേണ്ടിയതല്ല. നമ്മൾ ആയുസ് നന്ന ഷോർട്ടായി നടത്തും. ഞങ്ങൾ ഖബറിലേക്ക് പിന്നെ അടുത്തോണ്ട് പോയി. അള്ളാഹു ഞങ്ങൾ ഈമാന് സലാമത്താക്കട്ടെ. ഇപ്പൊ പിന്നെ പണ്ടത്തെ പോലെ എന്തോ അല്ല. പണ്ട് റമളാനിന്ന് അടുത്ത റമളാൻ ആവണമെങ്കിൽ 1 കൊല്ലം കതിയാണ് അല്ലേ. നിങ്ങൾ എന്തി ഫസ്റ്റ് കേൾക്കുന്ന പോലെ റമളാനിന്ന് റമളാനിലേക്ക് 1 കൊല്ലാണ്ടേ, 12 മാസാണ്ടേ. ഇപ്പൊ മുഞ്ഞാന് റമളാനിൽ നോമ്പറക്കുമ്പോൾ തിന്ന സമൂസന്റെ മണ ഇപ്പോഴും കൂടി പോയിട്ടില്ല. നാളെ മറ്റന്ന റമളാൻ. ഇപ്പൊ 1 കൊല്ലാന്നാ 1 കൊല്ലാന്ന് ഹബീബ്. അത്ര സ്പീഡ് ഇനി നാളെ ക്ലിപ്പാക്കിയില്ല. 6 മാസത്തിലെ റമളാൻ ഇയാൾ ചെല്ലി 1 കൊല്ലാന്ന് ആന്നില്ല. ഭയങ്കര സ്പീഡ്. സമയങ്ങൾ ഭയങ്കര ധൃതഗതിയിലാണ്. അംബാനിന്റെ MB പോകുന്ന 4Gയിലാണെങ്കിൽ ഈ ലോകത്തിന്റെ സമയം ഞങ്ങൾ ആയുസ് പോകുന്നത് 8GB. ഭയങ്കര സ്പീഡിലാണ്. അത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് ഷഫീഉൽ വറാ റസൂലുള്ളാഹി ഹബീബുൽ വറാ റസൂലുള്ളാഹി അബൂ ഹുറൈറ തങ്ങൾ വഅദ് പറയുകയാണ്.
അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങൾ ആരുവാകട്ടെ, മഹാനർ ഇങ്ങനെ ക്ലാസ് നടത്തുന്നു, വയല് പറയുന്നു, ഖുർആൻ ക്ലാസ് എടുക്കുന്നു. വയലെല്ലാം കഴിഞ്ഞിട്ട്, ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് ജനങ്ങൾ പിരിയുന്ന നേരത്ത്, പരിപാടി അവസാനിക്കുന്ന നേരത്ത് മഹാനർ കൂടിയ ജനങ്ങളോട് പറഞ്ഞു, പ്ലീസ് ഒരു 5 മിനിറ്റ് ഇരിക്കണോ, ഒരു കുറച്ചു നേരം ഇരിക്കണോ, ഞങ്ങൾക്കൊന്ന് ദുആരക്കാം. മുബാറക്കായ മജ്ലിസാണ്, നല്ലത് മാത്രം പറഞ്ഞിട്ടുള്ള മജ്ലിസാണ്, നല്ലത് മാത്രം ഇത്തിരി നേരം കേട്ട മജ്ലിസാണ്, നല്ലത് മാത്രം കുറച്ചു നേരം ചിന്തിച്ച മജ്ലിസാണ്. അതുകൊണ്ട് നമുക്കൊന്ന് ദുആരക്കാലോ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വിഷയങ്ങളും പറഞ്ഞിട്ട്, ആവശ്യങ്ങൾ മുറാദുകൾ പറഞ്ഞിട്ട്, വിഷമങ്ങൾ ബേജാറുകൾ പറഞ്ഞിട്ട്, ദുനിയാവും ആഖിറവും പറഞ്ഞിട്ട് നമുക്ക് അല്ലാഹുവോട് ദുആരക്കാം. അതുകൊണ്ട് നിങ്ങൾ എല്ലാരും ഇരിക്കണോ. പക്ഷേ ഒരു കാര്യം പറയട്ടെ, മഹാനർ പറയാണ് എല്ലാരും ഇരിക്കണോ. പക്ഷേ ഒരു സംഗതിയുണ്ട്, കുടുംബക്കാരോട് അരിസപ്പെട്ടവരുണ്ടെങ്കിൽ, കുടുംബക്കാരോട് ദേഷ്യപ്പെട്ടവരുണ്ടെങ്കിൽ, കുടുംബ ബന്ധം മുറിച്ച ആണുങ്ങളോ പെണ്ണുങ്ങളോ ഉണ്ടെങ്കിൽ, ഫഖുർജ് അന്നാ ഫഇന്നാ നുരീദു അൻ നദഉ റബ്ബനാ. കുടുംബ ബന്ധം മുറിച്ചോറുണ്ടെങ്കിൽ ഗെറ്റ് ഔട്ട്, പുറത്തു പോണോ. അരിസപ്പെട്ടിട്ട് കഴിയുന്നവർ ആരെങ്കിലും വയലാക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അവർ ഇവിടെ കേട്ടത് കേട്ട് എന്നേതായാലും ദുആരക്കാൻ അവർ നിൽക്കണ്ട, ആമീൻ പറയാൻ നിൽക്കണ്ട, മേലായ റബ്ബിലേക്ക് കൈനീട്ടാൻ നിൽക്കണ്ട. ഫഖ്റുജ് അന്നാ, ഗെറ്റ് ഔട്ട്, നിങ്ങൾ പുറത്തു പോണോ. എല്ലാരും അല്ല, കുടുംബ ബന്ധം മുറിച്ചോറ്. എന്തേ കാരണം? ഇന്നാ നുരീദു അൻ നദഉ റബ്ബനാ, ഞങ്ങൾ അല്ലാഹുവോട് ദുആരക്കാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങളെ ദുആക്ക് അല്ലാഹു ഉത്തരം ചെയ്യണമെങ്കിൽ, നിങ്ങൾ ആമീനിന് അല്ലാഹു ഉത്തരം ചെയ്യണമെങ്കിൽ കുടുംബബന്ധം മുറിച്ചവർ ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ആര് പറഞ്ഞേ? അബൂ ഹുറൈറ. ആരും പോയില്ല, എല്ലാരും ആമീൻ പറഞ്ഞു, ദുആയിരുന്നു. എന്തേ പോഞ്ഞേ? ആരും കുടുംബക്കാരോട് ദേഷ്യപ്പെട്ടോറില്ല, കുടുംബബന്ധം മുറിച്ചോറില്ല. ഇൻ കേസ് ഒരു വേള ഞാനെങ്ങാനും ഇപ്പൊ പറയാൻ നിങ്ങൾ എന്തെന്ന്, ഏതായാലും തീരാനായി ഒരു 5 മിനിറ്റ് പ്ലീസ്, ആരും പോയിട്ടുണ്ട് ഇരിക്കി. പക്ഷെ ഒരു കാര്യമുണ്ട്, കുടുംബക്കാരിൽ അരിസപ്പെട്ടവരുണ്ടെങ്കിൽ ബേം പോയിരിഞ്ചില്ലെങ്കിൽ എന്താ ഒറ്റ ഒരാൾ ബാക്കിയോ? ഇവിടെ ഒറ്റ ഒരാൾ ബാക്കിയോ? ആരും നേരെയില്ല. ഉമ്മന്റെ നേരെ ബാപ്പല്ലോ വരെ, അളിയന്റെ നേരെ അമ്മായിന്റെ വരെ, അമ്മായി നേരെ മരുമോ വരെ. അമ്മായിനെ കണ്ടെങ്കിൽ മരുമോക്കാന്നില്ല, മരുമോക്കാണോ അമ്മായിക്കാന്നില്ല. ഇങ്ങനത്തെല്ലാം കോലാണ് ചേർത്തല്ലോ. പലയിടത്തും ഉണ്ട് അങ്ങനത്തെ അമ്മായിമാരുണ്ട്, കാക്കമാറുണ്ട്. മരുമോനിൽ നേരില്ലാത്ത, മരുമോളിൽ നേരില്ലാത്ത. പക്ഷെ അമ്മായിന്റെ അത്ര വാരായിട്ടില്ല. എന്തേ? ഇയാളെ തലച്ചൂടില്ല പാഞ്ഞുണ്ട്, ലോൺ അടക്കും ബാക്കിയുണ്ട്, ജല്ലി വരും ബാക്കിയുണ്ട്, നറുക്കിന്റെ പൈസ കൊടുക്കും ബാക്കിയുണ്ട്, അതിൻ്റെ ഇടക്ക് വോട്ട് വരും, അതിന്റെ പാച്ചൽ വായണോ, പിന്നെ ഇതിൻ്റെ ഇടക്ക് മരുമോളിൽ വേണമെങ്കിൽ ടൈമുണ്ട്. ഇയാൾക്ക് പെണങ്ങണം, ഇയാൾക്ക് മനസ്സുണ്ടാവും. പക്ഷെ അമ്മായി മരുമോളെ വെച്ച് നോക്കുമ്പോൾ ഏതുവരെ അറിഞ്ഞാൽ ഇതിൽ അമ്മായിമാർക്കും മരുമക്കും കണ്ടങ്ങാകും. ഏതോ ഒരു പെണ്ണ് ചെല്ലിയല്ല പുതിയാപ്പിള തേടുമ്പോ ബാപ്പാന്റെ അല്ല ആങ്ങളുടെ മാറില്ല എന്തോ പെണ്ണിന് ആങ്ങളൊക്കെ പെങ്ങൾക്ക് പുതിയാപ്പിള നോക്കുമ്പോ പെണ്ണിന്റെ ആങ്ങളെ ബാപ്പ എന്താ കേട്ടല്ല, എന്റെ മോളെ ഞങ്ങളുടെ പുതിയാപ്പിള തേടിക്കൊണ്ടല്ലോ ഉണ്ടോ, നീ റെഡിയല്ലേ, ഇൻഷാ അല്ലാഹ് ഉള്ളിൽ നല്ല തന്നെ നോക്കിറുമ്പോ അള്ളാഹു നല്ല തന്നെ എത്തിക്കട്ടെ, ഇൻഷാ അല്ലാഹ് നീ ഇതുവരെക്കാവോ എന്ന് ചെല്ലുമ്പോ ആമീൻ ചെല്ലുന്ന മുന്നേ ചെല്ലെന്നറിഞ്ഞാ വാപ്പ നിങ്ങൾ ആരെ നോക്കിയാൽ മോശമില്ല, എന്നെ കെട്ടുന്നവന് ഉമ്മ മരിച്ചെങ്കിൽ നെല്ലുണ്ടായി, എന്നെ കെട്ടുന്നവന്റെ ഉമ്മ മരിച്ചിനെങ്കിൽ നെല്ലുണ്ടായി, എനക്ക് അമ്മ ഇരിക്കാൻ കഴിയാല. അങ്ങനെ ദ്വാരക്കുന്ന പെണ്ണുങ്ങളുണ്ട് മരുമക്കള്. അതേ സമയത്ത് എന്റെ മോവം മരിച്ചിട്ടാകും മോശമില്ല, മരുമോവ കരഞ്ഞോണ്ടേ ഇരിക്കണോ എന്ന് കാക്കുന്ന ആഗ്രഹിക്കുന്ന അമ്മമാരുണ്ട്. മരുമോളെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അംഗീകരിക്കാൻ കഴിയുന്നില്ല. എന്ത് നല്ലതാക്കിയെങ്കിലും നല്ലത് പറയല്ല, എത്ര കഷ്ടപ്പെട്ടിട്ട് പണിയെടുത്തും നല്ലത് അല്ല. ഇടീ പോര 18,000 സ്ക്വയറിന്റെ പോര, ഏകദേശം 3 തട്ടുമുണ്ട്, 12 ലിഫ്റ്റും ഉണ്ട്. ഇതിനെല്ലാം തോത്തിയിട്ടും അടിച്ചിട്ടും പിടിച്ചിട്ടും എല്ലാം പണിയെടുക്കുന്ന ഈ മരുമോവ. എന്നിട്ടും ഈ മക്ക കൊറ്റം ചെല്ലാനല്ലാണ്ട് ഒരു നല്ലത് എല്ലാം സപ്പോർട്ടാക്കല. ഇതെന്ത് ഏണിന്റെ അടി ബാക്കിയതിന്, ഇതെന്ത് അമ്മിക്കല്ലിന്റെ അടിയിലോ ആരായിന്. മരുമോളും അങ്ങനെ ആരിലും മുണ്ടും ചിരിച്ചിട്ടും ഇളിച്ചിട്ടും അമ്മായിന്റെ കണി കണ്ടുമ്പോ ഭദ്രകാളിനെ പോലെ. ശരിക്കാൻ പറയുന്നതിൽ ഇതൊരു വാസ്തവമാണ്. നാളെ ബറാത്തിന്റെ അന്ന് രാത്രി നിങ്ങൾക്ക് ഈ പോരിശയില്ല. ആദ്യം അവരോട് നേരെ
നന്നാവണോ, അവരോട് പിരിശപ്പാട് കാട്ടണോ, അവരോട് നന്നാവണോ, പൊരുത്തപ്പെടിക്കണോ, എന്നിട്ട് മതി അള്ളാഹുവിലേക്ക് മടങ്ങാൻ. ഇത് അള്ളാഹ് പറഞ്ഞതാണ്, ഇത് എന്റെ ഡയലോഗല്ല. മനുഷ്യന്മാരോട് ആദ്യം നന്നാണ്. മനുഷ്യന്മാരോട് നന്നായി കണ്ടെങ്കിൽ അള്ളാഹ് ഞങ്ങളോട് നന്ന്. അള്ളാഹ്ക്ക് വലിയ ഇഷ്ടം അള്ളാഹ് നന്നാന്തല്ല, അള്ളാഹ്ക്ക് വലിയ ഇഷ്ടം അവന്റെ അടിമകളായ മനുഷ്യന്മാരോട് നന്നാന്ത. അത് വലിയ ഇഷ്ടമാണ് അള്ളാഹ്. നിങ്ങൾ നോക്കിയാല നിസ്കരിക്കാതെ ഒരു വേള കള്ളാക്കിയെങ്കിൽ തെറ്റാണ്. കള്ളാക്കുന്നത് തെറ്റല്ലേ? അല്ലേന്ന് ഇനി കള്ളാക്കി പോയി നിസ്കരിച്ചോ, എന്നാലും അള്ളാഹ് എന്താക്കണോ? ദ്വാരക്കണോ? പഠിച്ചോനെ കള്ളായി പോയി ഉറങ്ങിയിട്ടാ, അല്ലെങ്കിൽ പാഞ്ഞ പാച്ചളുടെ ഗഡിപിടിയില്ല, അല്ല മറന്നിട്ടാ, അപ്പുറപ്പുറായിപ്പോയി അല്ല, ഞാൻ നിസ്കരിച്ച് നീ പൊറുക്കണോ അള്ളാഹ് ദ്വാരെന്നെങ്കിൽ അല്ല പൊറുക്കും, അല്ല പൊറുക്കും. അതേ സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യനെ നീ എണ്ണീറ്റുണ്ടെങ്കിൽ, നീ അവനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, നീ അവനെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ പൊരുത്തപ്പെടാതെ പടച്ചറബേ നീ എനക്ക് പൊറുക്കല്ലാന്ന് കേട്ടെങ്കിൽ നീ 1000 കൊല്ലം തപസ്സിരുന്ന് ദുആരുന്നാലും അല്ല പൊറുക്കല. ആദ്യം ഇവനോട് പൊരുത്തപ്പെടിക്കണോ, ആദ്യം മനുഷ്യനോട് പൊരുത്തപ്പെടിക്കണോ. അതെ, ഇവനോടാണ് ആദ്യം പൊരുത്തപ്പെടിക്കേണ്ടത്. പരിശുദ്ധ ഖുർആനാണ് ഈ പറയുന്നത്. അല്ലാഹു ഞങ്ങളെ കുടുംബബന്ധം ഊഷ്മളമാക്കി തരട്ടെ. മരുമക്കൾ അമ്മായിമാർക്ക് കണ്ടങ്ങാന്നില്ല എന്ന് പറഞ്ഞില്ലേ ഇല്ലേ? അമ്മായിമാർ മരുമക്കള് ഒന്ന് നല്ല നിലക്ക് ഡ്രസ്സ് ഇടാൻ കഴിയാല, അപ്പൊ അമ്മായിക്ക് ചൊറിയുന്നു. മരുമോവ ഇങ്ങനെ വിരുന്നിനും മംഗളത്തിനും പോകാൻ കഴിയാ. ഇതെന്ത് എപ്പോഴും ചില മരുമക്ക് പിന്നെ പുറസത്തില്ല പോയിക്കൊണ്ടേയിരിക്കുന്നത്. എന്നാലും പോകുമ്പോഴൊന്നും വേണ്ട, ഓൻ്റെ കെട്ടിയോൻ്റെ കുറച്ചു നേരം മുണ്ടാൻ കഴിയാ, ചിരിക്കാൻ കഴിയാ, ഒരു നല്ലൊരു ഫോണാക്കിയിട്ട് കുറച്ചു നേരം വിഷയാക്കുമ്പോ ഈ അമ്മായിക്കിടെ കത്തുന്നു ഓൻ്റെ ഉമ്മാക്ക്. ഇതെന്ത് എപ്പോഴും ഉണ്ടെന്നു, ഇതെന്ത് എപ്പോഴും ചിരിക്കുന്നു, ഇങ്ങടെ തളക്കുന്നു മനസ്സിലുള്ളിൽ ഒരു അങ്ങനെ എന്തൊക്കെ നാക്കി റോന്തിപ്പോ. ഏതോ ഒരു പുതിയാപ്പിള എന്തോ ദുബൈയിൽ നിന്ന് വന്നാലോ ഇപ്പൊ അടുത്ത്, ഓൻ ചൂട് പുതിയാപ്പിള, ഓൻ മങ്ങാലായിട്ട് 3 എന്തോ ഉണ്ടായത്. ഓൻ നേരെ പോയി തന്നെ ദുബൈക്ക്, പിന്നെ വിസ തീരുന്നിട്ട് ഞാൻ പാഞ്ഞു. അങ്ങനെ പാഞ്ഞിട്ട് ഉസ്താദ് ഓൻ വന്നു ദുബൈയിൽ നിന്ന്. ഒരു കൊല്ലം 1.5 കൊല്ലം എന്ത് പണിയെടുത്തിട്ട് വന്നിട്ട് പിന്നെ ഫസ്റ്റത്തെ പുതിയാപ്പിളല്ലേ, ഫ്രഷ് അല്ലേ, ചൂട് പുതിയാപ്പിളല്ലേ. മാത്രല്ല ഓളും അങ്ങനല്ലേ, ഓനും അങ്ങനല്ലേ. അവ ഒരു പിരിശപ്പാടും കളിയും ചിരിയും വിഷയം എല്ലാം കുറച്ച് കൂടും. കുറച്ച് കയ്യുമ്പെല്ലാം ഒരു കൺട്രോൾ ആണെല്ലോ. കിടാക്ക് കുഞ്ഞെല്ലായിട്ടാകുമ്പോ എന്റെ നിങ്ങൾ മംഗലം ആയിട്ടില്ല, നിങ്ങൾ സുറു കേൾക്കും പോലെ. പിന്നെ നിങ്ങൾ വീട് കാണുമ്പോ ഫസ്റ്റ് കേൾക്കും പോലെ ആണല്ലോ. അങ്ങനെ ഈ അമ്മ എന്തൊക്കെ അറിഞ്ഞ അമ്മയുണ്ട് വരില്ലേ ഒന്നുപ്പ. അങ്ങനെ ഈ ഓളും ഓനും ഈ ചങ്ങായി വന്നിട്ട് ഓന്റെ ബാഗും കമ്പ്യൂട്ടറും ലാപ്പും ഷൂവും പാൻറ്റും എല്ലാം അവിടെ വെച്ച് പിടിച്ചിട്ട് പിന്നെ ഓളിൽ തന്നെ വിഷയം. ഉമ്മാൻ്റെലും ഉണ്ടെന്ന്, ഉമ്മാൻ്റെലും വലിയ ഇഷ്ടം. ഞാൻ പറയാം, അതിന്റെ പിന്നെ പോയി മതിയാവല്ലേ. പോയിട്ട് അതിനാ ഉറങ്ങിച്ചിട്ട് കൂർക്കം വലിക്കുന്നതിന് അല്ല കഥ. ബക്കറ്റെല്ലാം കൊടുത്തിട്ടായിട്ട് പിന്നാണ് കേട്ടല തരുന്നത്. ബക്കറ്റ് അയച്ചിരിക്കുന്നു, ഇത് ഉറങ്ങിച്ചിട്ട് കൂർക്കം വലിക്കേണ്ടി. ഏതോ ആട്ട് ഉമ്മമാരെ സഹോദരിമാരെ, നിങ്ങളെ ഭാഗത്തേക്ക് ബക്കറ്റ് വന്നിട്ടുണ്ട്. നല്ലൊരു സംഭാവന അള്ളാഹു താല തന്നത്. അള്ളാഹ്ക്ക് വേണ്ടി ആ ബക്കറ്റിലിടുക, നല്ല ഉദ്ദേശം കരുതിയിട്ടിടുക. അള്ളാഹു കൊടുത്തതിലും ബാക്കി വെച്ചതിലും ബർക്കത്ത്. ഈ അമ്മായില്ലേ ഈ പുതിയാപ്പിള വന്നിട്ട് നേരെ ഉമ്മാൻ്റെ മുണ്ടി ഉമ്മാൻ്റെ വിഷയമാക്കി പിന്നെ നേരെ ഓളത്തെ തന്നെ പോയി. അങ്ങനെ ഓളിൽ ഭയങ്കര പുസ്തകളാക്കുന്നു, വിഷയാക്കുന്നു. പിന്നെ ഓയിലെല്ലാം പോന്നു, അവളെ പയ്യെന്ന് തന്നെ പോകുന്നുണ്ട്. അടുക്കളയിൽ പോയിട്ട് ആ ചായ വെക്കുമ്പോൾ ഓനും പയ്യെന്ന് പോന്നു, അവലും ഉണ്ടെന്ന് വിഷയാക്കുന്നു. അവ ചായപ്പൊടി ഇടുമ്പോൾ പഞ്ചസാര ഇടുന്നു, അവൻ ഉള്ളി മുറിക്കുമ്പോൾ കേവേജ് മുറിക്കുന്നു, അവൻ കത്തി എടുക്കുമ്പോൾ കത്തിരി എടുക്കുന്നു. എല്ലാം ഒന്നിച്ചിട്ട് ഭയങ്കര ഭയങ്കര ഇങ്ങനെ ഭയങ്കര അനങ്ങനെയില്ല. ഈനെ കണ്ടിട്ട് ഉമ്മൊക്കെ തിളക്കുന്നു. ആയിരിക്കും ഈ മരുമോളെ കളി മരുമോന്റെ ഉമ്മയാണല്ലോ. ഉമ്മ എന്താക്കി അറിഞ്ഞാൽ എന്ത് മുണ്ടും കൊത്തില്ല, മുണ്ടുമ്പക്ക് മോന് പിടിക്കാല്ല. ഇനി എന്താക്കുന്നത്? ഇത് ഇങ്ങനെ ഫസ്റ്റ് എന്തിത് ലോകത്താര് പെണ്ണ് കെട്ടാത്ത പോലെ. ഞാനും നിന്റെ വാപ്പന്റെ ഓളല്ലേ എന്നാലും ചെല്ലണമെന്നുണ്ടു. പക്ഷെ മോന് ബേജാറായെങ്കിൽ അറിഞ്ഞിട്ട് ഉമ്മ എന്താക്കി അറിഞ്ഞ കസാര എടുത്തിട്ട് നേരെ സിറ്റ് ഔട്ടിൽ വെച്ചിട്ട് കാണേ വേണ്ട, ചായപ്പൊടി ഇടുന്നത് കാണണ്ട, ഉള്ളു മുറിക്കുന്നത് കാണണ്ട, ഒരു എന്ത് വേണം കേട്ടെ ഷാഹിന്റെ മലാമത്ത് എന്ന് പറഞ്ഞിട്ട് കസാര എടുത്തിട്ട് ഒരു സിറ്റ് ഔട്ട് വെച്ചിരുന്നോലോ. ആടെ പോയിട്ട് ഇരുന്നില്ല ഒരു പെടക്കോയിനെ പൂവൻ കോയി ഇങ്ങനെ വായിച്ചോണ്ട് പോ നിങ്ങളെ തൊട്ടോണ്ട് വരച്ചിക്കൊണ്ട്. അപ്പൊ ഈ ഉമ്മാമ്മ ഈ പൂവൻ കോയില് കേൾക്കുന്നത് നീ എന്തു പോയി വന്നേ, നീ ഇങ്ങനെ എന്തേന്ന് ചൂടാ, നീ എന്തോ എന്റെ മോം അവിടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ട്, നീ എന്തു പോയി തന്നെ വന്നേ.
ഞാൻ ചിരിക്കാൻ പറയുന്നതല്ല, അങ്ങനെയല്ല. മരുമക്കൾ എന്ന് പറയുമ്പോൾ അത് മക്കളാണ്. അമ്മായി എന്ന് പറയുമ്പോൾ അത് ഉമ്മയാണ്. കെട്ടിയോന്റെ ഉമ്മ, നിന്റെ സ്നേഹനിധിയായ ഭർത്താവിന്റെ ഉമ്മ, നിനക്ക് എല്ലാ മക്കളെ തന്ന വിരിശപ്പെട്ട മാപ്പിളന്റെ ഉമ്മ, അത് വേറാരുമല്ല പെണ്ണ്. ആ ഉമ്മയോട് നല്ല അതബ് വേണം, നല്ല ബഹുമാനം വേണം, നല്ല ആദരവ് വേണം, നല്ല നിലക്കവരെ പരിപാലിക്കണോ. അത് അന്യ ഉമ്മയല്ല, അത് നിന്റെ വിരിശപ്പെട്ട ഭർത്താവിന്റെ ഉമ്മയാണ്. നിനക്ക് വിരിശമുള്ളത് കൊണ്ടാണ് നീ അമ്മായിനെ വെറുക്കുന്നത് എങ്കിൽ ആദ്യം വെറുക്കേണ്ടത് നിന്റെ മാപ്പിളയെ. എന്തുകൊണ്ട്? ആ അമ്മായിയാണ് ഈ മോനെ നിനക്ക് തന്നത്. ഈ സ്നേഹസമ്പന്നനായ ഭർത്താവിന്, സ്നേഹമുള്ള ഭർത്താവിന് വിരിശപ്പെട്ട ഈ മാപ്പിളയെ നിനക്കല്ല തന്നത് ആ ഉമ്മ പറ്റത് കൊണ്ടാണ്. അതുകൊണ്ട് ആ അമ്മായിയോട് നല്ല വിരിശപ്പാട് വേണോ, നല്ല സ്നേഹം വേണോ. ഉമ്മയോട്, ബാപ്പയോട്, കെട്ടിയോളോട്, കുട്ടിയോളോട് നല്ല ആദരവ് വേണോ. ഉമ്മ എന്ന് പറയുമ്പോ അല്ലുമ്മോ ജന്നത്തുക, ഉമ്മ നിന്റെ സ്വർഗമാണ്. ഖാല റസൂലുള്ളാഹ്, നിന്റെ സ്വർഗം തീർമാനിക്കുന്നത് നിന്റെ നിസ്കാരമല്ല, നിന്റെ ഓത്തും ബൈത്തല്ല, നിന്റെ ഉമ്മയാണ്. ജന്മം നൽകിയ ഉമ്മ, പ്രാണവേദനക്ക് സമാനമായ വേദന സഹിച്ച് നിന്നെ ഈ ഭൂമിയിലേക്ക് പെറ്റവളാണ്, പ്രസവിച്ചവളാണ് നിന്റെ ഉമ്മ. ആ ഉമ്മാക്ക് പകരം ലോകത്ത് വേറൊരു ഉമ്മയില്ല. 1000 പോറ്റുമ്മ വന്നാലും സ്വന്തം പെറ്റുമ്മയാവില്ല. അതുകൊണ്ട് ആ ഉമ്മയോട് തീർത്താൽ തീരാത്ത കടപ്പാടുകളുണ്ട്. അങ്ങകലെ ഷാമിൽ നിന്ന്, യമനിൽ നിന്ന് ഒരു സഹോദരൻ തന്റെ ഉമ്മയെ പിന്നെ മുതുകത്ത് ചുമന്നിട്ട് ഇങ്ങനെ കുഞ്ചിയിൽ വെച്ചിട്ടാണ് ഒരു സഹോദരൻ ഹജ്ജ് കർമ്മം ചെയ്യാൻ വേണ്ടി വരുന്നത്. ഒരു സഹോദരൻ ഉമ്മാനെ പുറത്തിട്ടാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ ചെയ്യുന്നത്, തവാഫ് ചെയ്യുന്നത്, സഅയ് ചെയ്യുന്നത്. ഉമ്മ കുഞ്ചിയിലുണ്ട്, ഉമ്മാക്ക് വയ്യ, ക്ഷീണമുണ്ട്, പ്രായമേറെയുണ്ട്. ആ ഉമ്മാൻ ഇങ്ങനെ മുതുകത്ത് വെച്ചിട്ട് എല്ലാ കർമ്മങ്ങളും ചെയ്ത് ക്ഷീണിച്ച മകൻ ഉമ്മാൻ ഒരു സൈഡിൽ ഇരുത്തുകയാണ്. എന്നിട്ട് നേരെ അമീറുൽ മുഅ്മിനീൻ ഉമർ ഖത്താബ് തങ്ങളെ കാണാൻ ചെന്നു. ഉമർ ഖത്താബ് തങ്ങളെ കാണാൻ ചെന്നു. എന്നിട്ട് തങ്ങളോട് ചോദിച്ചു അത്രേ, അല്ല തങ്ങള്, ഇതെന്റെ ഉമ്മയാണ്. അങ്ങകലെ നാട്ടിൽ നിന്ന് പരിശുദ്ധമായ ഈ കഅബയുടെ ചാരത്ത് വരെ ഞാൻ എൻ്റെ ഉമ്മാനെ പുറത്തു കൊണ്ടുവന്നവനാണ്. മാത്രമല്ല ചുമന്നിട്ട് തന്നെയാണ് തവാഫും മറ്റു കർമ്മങ്ങളുമെല്ലാം. എങ്കിൽ തങ്ങള് ചോദിക്കട്ടെ, എൻ്റെ ഉമ്മയോടുള്ള കടമ, എൻ്റെ ഉമ്മയോടുള്ള കടപ്പാട് ഞാൻ തീർത്തവനായോ? എൻ്റെ ഉമ്മയോടുള്ള കടപ്പാട് വീടിയോ? ആ സമയത്താണ് മഹാനായ ഉമർ ഖത്താബ് തങ്ങൾ പറഞ്ഞത്, സമാന സംഭവം നബി തങ്ങളെ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഉമർ ഖത്താബ് തങ്ങൾ പറയുകയാണ്, പൊന്നുമോനെ, ഉമ്മയോടുള്ള കടപ്പാട് കടമ തീർക്കുന്നത് പോട്ട് നിന്റെ ഉമ്മ നിന്നെ പെറ്റതിന്റെ ശേഷം ഒരു വട്ടം പുറത്തിട്ട് കയ്യിൽ പിടിച്ചിട്ട് നിന്നെ ഉമ്മറപ്പടി കടത്തിയതിന്റെ കടമ പോലും വീട്ടിയിട്ടില്ല. നിന്റെ ഉമ്മ ഒരു വട്ടം നിന്നെ പുറത്തിട്ട് ഉമ്മറപ്പടി കടന്നതിന് പോലും പകരമായിട്ടില്ല. അത് ഉമ്മയാണ്. അല്ലാഹു തആല ഞങ്ങളെ ഉമ്മ ബാപ്പമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ ഉമ്മ ബാപ്പമാരെ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. അവരുടെ കുരുത്തവും പൊരുത്തവും ദുആയും അല്ലാഹു നമുക്ക് ധാരാളം നൽകട്ടെ. മരണപ്പെട്ടു പോയ ഞങ്ങളെ ഉമ്മ ബാപ്പാക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അവരെ ഖബർ അല്ലാഹു വിശാലമാക്കട്ടെ. റിളല്ലാഹി ഫീ റിളൽ വാലിദൈനി വസുഖ്തുല്ലാഹി ഫീ സുഖ്തിൽ വാലിദൈന. മുസ്തഫായ റസൂലുള്ളാഹി പറഞ്ഞു, അല്ലാഹുവിന്റെ പൊരുത്തം ഉമ്മ ബാപ്പാന്റെ പൊരുത്തത്തിലാണ്. ഉമ്മ ബാപ്പ പൊരുത്തത്തിലാണോ നിന്നെ സംബന്ധിച്ച എങ്കിൽ അല്ലാഹുവിന്റെ പൊരുത്തം നിനക്കുണ്ട്. ഉമ്മ ബാപ്പ നിന്നോട് ദേഷ്യത്തിലാണോ എങ്കിൽ അല്ലാഹുവിന്റെ ശാപവും നിനക്കുണ്ട്. ഒന്ന് കേട്ടോ, അല്ലാഹുവിന്റെ വലിയാണെങ്കിൽ പോലും, അല്ലാഹുവിന്റെ വലിയ
തെറ്റാണെങ്കിൽ പോലും അല്ലാഹു തആല ചെയ്തു പോയ തെറ്റിന് ഭൂമിയിൽ ശിക്ഷിക്കുന്നുവെങ്കിൽ അത് രണ്ട് കാര്യത്തിലാണ്. ഒന്ന് അൽ ബഗ്യോ ഉഖൂഖുൽ വാലിദൈൻ. ഏത് തെറ്റിനും അള്ളാഹു ശിക്ഷിക്കുക. മിക്കവാറും പരലോകത്താണ് അള്ളാഹു ഞങ്ങൾക്ക് പുറത്തു കയറിട്ട്. ചിലപ്പോൾ അള്ളാഹു ദുനിയാവിലും ശിക്ഷിക്കും. നിസ്കരിക്കാത്തതാണെങ്കിലും കള്ളു കുടിച്ചതാണെങ്കിലും മറ്റുള്ളവൻ്റെ തേങ്ങ കെട്ടതാണെങ്കിലും റമദാൻ മാസം വന്നിട്ട് ഉച്ചക്ക് പോയിട്ട് ഹോട്ടലിൽ ചായ കുടിച്ചതാണെങ്കിലും എന്ത് തെറ്റാണെങ്കിലും അതിനുള്ള ശിക്ഷ മിക്കവാറും അള്ളാഹു ആഖിറത്തിലായിരിക്കും തരിക. ദുനിയാവിൽ എന്നെ തന്നോളന്നില്ല, ഒരു വേള തരും. ഏതായാലും പണ്ടത്തെ ജനതക്ക് അള്ളാഹു ദുനിയാവിൽ എന്നെ കൊടുത്ത പോലെ ഈ ഉമ്മത്തിന് ഏതായാലും കൊടുക്കാല്ല. കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ കുറെ മനുഷ്യന്മാരും കുറെ കുരങ്ങന്മാരും ഉണ്ടാക്കിയേ. എന്തേ അങ്ങനെ ആവാത്ത? അത് അല്ല കാത്തതാണ്. കൊടുക്കലാന്ന് ദുനിയാവിൽ അല്ല കൊടുക്കലാന്നല്ല പറഞ്ഞിന്. നിങ്ങൾ നോക്കൂ, പണ്ടൊരു ജനത, പണ്ടൊരു സമുദായം, അവർ നിസ്കരിക്കാത്തതിന്റെ പേരില്, നിസ്കരിക്കാത്തതല്ല, നമ്മൾ ചെറുക്കന്മാരെ പോലെ, ഞങ്ങളെ പെണ്ണുങ്ങളെ പോലെ, ഞങ്ങളെ ആണുങ്ങളെ പോലെ, വേണ്ട ഞങ്ങളെ പോലെ നിസ്കാരം കലാക്കിയതല്ല, നിസ്കരിക്കാത്തതല്ല. അവർ സമയം ഒന്ന് സെറ്റാക്കി, അല്ല പറഞ്ഞ സമയത്തെ ഒന്ന് അപ്പുറപ്പുറാക്കി. അവരെ സൗകര്യത്തിന് വേണ്ടിയിട്ട്, അവരെ ജോലി ബിസിനസ്സിന് വേണ്ടിയിട്ട്, അവർക്ക് മീൻ പിടിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് അവർ സമയം ഒന്ന് ക്രമീകരിച്ചു, അപ്പുറപ്പുറാക്കി. അല്ലാഹു തആല എന്താക്കിയ മനുഷ്യന്മാരെ അവരിലുള്ള വയസ്സന്മാരെ അള്ളാഹു പന്നികളാക്കി, അവരിലുള്ള ബാല്യക്കാർത്തികളെ അള്ളാഹു കുരങ്ങന്മാരാക്കി. പണ്ട് നിസ്കരിക്കാഞ്ഞിട്ടല്ല, നിസ്കാരത്തിന്റെ സമയം ജസ്റ്റ് അപ്പുറപ്പുറം അഡ്ജസ്റ്റ്മെന്റ് ആക്കിയതിന് വേണ്ടിയിട്ട്, അല്ല പറഞ്ഞതിനെ തെറ്റിച്ചിട്ട് നിസ്കരിച്ചതിന് വേണ്ടിയിട്ട്. ഇന്ന് ഞമ്മ തെറ്റിച്ച് നിസ്കരിക്കുന്നു. കഴിഞ്ഞ റമളാനിൽ പെരുന്നാളിന്റെ അന്ന് രാത്രി നാം പിന്നെ തറാവീഹ് നിസ്കരിച്ച് പോയോ, ഇനി ഇൻഷാ അല്ലാഹ് നാളെ വരും. ഒരാണ്ടായി നിസ്കരിക്കാതെ. എന്നിട്ട് എന്താ ഈ കുരങ്ങന്റെ മോഡലൈനോ? ഓന്റെ ഗ്ലാമർ കണ്ടെങ്കിൽ അമിതാഭ് ബച്ചന്റെ സ്റ്റൈല്, സൽമാൻ ഖാന്റെ ലുക്ക്, എടോ ഓൻ അല്ല പന്നിയാക്കിയ ഇല്ല. എന്റെ ഈ ഉമ്മത്തിന് അല്ലാഹു ദുനിയാവിൽ അങ്ങനെ ശിക്ഷിക്കില്ല. പക്ഷേ ദുനിയാവിൽ അല്ലാഹു തീർച്ചയായിട്ടും ശിക്ഷിക്കുന്ന രണ്ട് തെറ്റുണ്ട്. ഒന്നേതറിയുമോ? അൽ ബഗ്യോ അയ്യുൽമോ, അക്രമം. ഒരാളെ മനസ്സ് വേദനിപ്പിച്ചാൽ, ഒരാളെ കണ്ണീറുറ്റാൻ നീ കാരണമായാൽ, ഒരാളെ നീ ആക്രമിച്ചു പോയാൽ, വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഏതെങ്കിലും നിരപരാധിയായ ഒരു മനുഷ്യന് നീ ആക്രമിച്ചു പോയാൽ, അക്രമം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവന്റെ തരിമുക്ക് പൊട്ടിക്കുന്നതല്ല. നിന്നെ നല്ല നിലക്കവൻ സഹായിച്ച, നിന്നെ കേട്ടപ്പോ എന്നെ സഹായിച്ചു, എടുത്തിട്ട് തന്നു. എന്തോ അർജന്റിന് വേണ്ടി ഒരു ഗ്യാസിന്റെ അണ്ട നിറക്കേണ്ട പൈസ കീസലുണ്ടായിന് 910 റുപ്യ. നീ കേട്ടും ചെല്ലിട്ട് ഒരു ഉപകാരമായിട്ട് നിനക്ക് എടുത്തിട്ട് തന്ന, നീ വല്ലാഹിയും അല്ലാണല്ലോ ഇട്ടെ. പ്ലീസ് ആ കിടാക്കളൊന്ന് ബാക്കാക്കണോ? അല്ലെ ഇനി മുണ്ടിയാ പോണ്ടി വരും. കിടാക്ക് വേണം, ബാക്കാക്കണ്ട. കാരണം അത് വർക്കത്തുള്ളവരാണ്, ഇജാബത്തുള്ളവരാണ്. അള്ളാഹു മക്കളെ വർക്കത്തുകൊണ്ട് ഞങ്ങളെ നന്നാക്കട്ടെ. അള്ളാഹു അവരെ കൊണ്ട് ഞങ്ങൾ അള്ളാഹു നന്നാക്കി തരട്ടെ. സ്വാലിഹീങ്ങളായ മക്കളെ അള്ളാഹു ധാരാളം നൽകട്ടെ. കിടാക്ക് വേണം മജ്ലിസിൽ. പക്ഷേ ചില കിടാക്ക് നല്ലോണം വസ്വാസാക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു ബേജാറാണ് അത്ര. അല്ലാണ്ട് ഞങ്ങൾക്ക് പിരിസം കുറഞ്ഞിട്ടൊന്നും അല്ല. ഇയാളെന്താ കിടാക്കളെ കാണും ഇങ്ങനാക്കുന്നു, നിങ്ങളെ കാട്ടി ആറ് പിരിച്ചാണ് കൊണ്ട്. ചില കിടാക്ക നല്ലോണം വസ്വാസാക്കുമ്പോൾ നമുക്കൊരു ഡിസ്റ്റർബാണ്. എനക്കെന്നല്ല, അത് വയൽ കേൾക്കുന്ന വലിയവർക്കും അങ്ങനെ. ഓറിങ്ങനെ പായുമ്പോ, ഓറിങ്ങനെ ചിരിക്കുമ്പോ, ഓറിങ്ങനെ തുള്ളുമ്പോ, ഓറിങ്ങനെ ചെറുമുറി ബിസിനസ് ആക്കുന്ന അവിടെ കൂറ്റും കോജാക്കുമ്പോ വയൽ കേൾക്കാനിരിക്കുന്ന ഉമ്മാക്ക് അതൊരു ഡിസ്റ്റർബാണ്. ആമീൻ ചെല്ലാനിരിക്കുന്ന വലിയവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് വയലും കേൾക്കുന്നില്ല, ആമീൻ ചെല്ലാനും കഴിയുന്നില്ല. അതുകൂടാതെ അത് നാളെ ഞങ്ങളെ കിടാവിന് ആപത്തുവാണ്. എന്റെ ചില പ്രായമുള്ളവർ ഈ കിടാക്കളെ വികൃതി കൂടുമ്പോ എന്തെങ്കിലും ഞൊടിയും. നിങ്ങൾ എന്ത് ചെയ്യുന്നതിന് അങ്ങനല്ലേ? എന്ത് മലാമത്ത് പിടിച്ച കിടാവ് ഷാവിന്റെ ആര് കിടാവ് ഇങ്ങനെ ആക്കി നാണ്ടെങ്കിൽ അത് മതി. പിന്നെ ആ കിടാവ് ഇരുന്നോടെ ബാക്കിയാവും. അള്ളാഹു കാക്കട്ടെ. അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ പറയിപ്പിക്കാനും പാടില്ല. ജാഗ്രത. നീ മെല്ലൻ ചിബിയാക്കരുന്നു, നീ അരുത്തിരുന്നിട്ടാകുമ്പോഴാണ് ആ ചെറിയ കിടാങ്ങണാക്കുന്നത്. അവർ വേണോ മജ്ലിസിൽ വേണോ? അള്ളാഹു അവരെയും ഞങ്ങളെയും അനുഗ്രഹിക്കട്ടെ. പിന്നെ അവരെ പരന്ന് വരുമ്പോ തന്നെ വലിയോർ കുറച്ച് കൺട്രോൾ ആക്കണം. എനക്ക് പിന്നെ ഇതെല്ലാം കാണുമ്പോൾ ഒരു വസ്വാസും യാറ് നിങ്ങനെ ബേജാറാക്കിയിരുന്ന നിങ്ങൾക്ക് ബേജാറെങ്കിൽ പൊരുത്തപ്പെട്ടേ. എനിക്ക് ഇതെല്ലാം കാണുമ്പോൾ ഒരു വസ്വാസം എന്താ അവർക്ക് ബുദ്ധിമുട്ടാക്കുമ്പോൾ അവർക്ക് കേൾക്കുന്നില്ലേ? ഞങ്ങൾക്ക് നിസ്കരിക്കുമ്പോൾ എടുക്കുമ്പോൾ അല്ലാണ്ട് തോഫി കൊണ്ട് വിശ്വാസം ഒന്നുമില്ല.
ഇങ്ങനത്തെ ജാഗല് ഇത് ഇപ്പൊ തുടങ്ങിയത് എന്താണെന്നറിയാല. നിങ്ങൾ വരക്കി വിശ്വാസം എന്നത് ഈമാനൊന്നും അല്ല, അത് ശൈത്താനിയത്താണ്. അള്ളാഹു ശിഫാക്കി തരട്ടെ. അങ്ങനത്തെ ഒരു തോന്നല് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേന്ന്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. എന്തോ എനക്ക് അങ്ങനത്തെ ഒരു തോന്നല്, അത്രന്നെ. അതൊരു വിശ്വാസം. അത് പിടി. ചില മനുഷ്യന്മാർക്ക് അങ്ങനല്ലേ, ആ റബ്ബെ നിസ്കരിക്കാനും ഉളു എടുക്കാനെല്ലാം പോയെങ്കിൽ ഉള്ളിനെ അടിമകൾ മറിച്ചോണ്ടുള്ളൂ. ഉളു എന്ന ഫർലിനെ ചില നിസ്കാരക്കാരെ കാണുന്നില്ലേ, ആക്കുന്ന കോലം കണ്ടെങ്കിൽ അള്ളാനെ വലിച്ചിട്ട് അത് കിടന്നു. ഹലോ സാർ, ശരിക്കാൻ പറയുന്നതല്ല. അങ്ങനത്തെ കുറെ ആളുണ്ട്. അവന്റെ അടുത്ത് നിൽക്കുന്നവന്റെ നിസ്കാരം പെടക്കായി. ഈ ചങ്ങായിക്ക് വലല്ലാലും ശരിയാവുന്നില്ല, അത്തഹിയാത്ത് ശരിയാവുന്നില്ല, ആമീൻ ശരിയാവുന്നില്ല. മുഞ്ഞാന്ന് ഒരാള് എനിക്ക് കേട്ടതാ. ഞാൻ അയാളെ മുഖതാവിൽ വിളിച്ചിട്ട് ഓർമ്മപ്പെടുത്തി കൊടുത്തു. എല്ലാം കൊണ്ട് തെറ്റുന്നു, നിങ്ങൾ ശരിയാക്കാൻ പോയിട്ട് ജാഗ്രത. ഇത് കുളിപ്പിച്ചിട്ട് കിടാൻ എന്നെ ഒന്നിയല്ലോ പോലെ ഇയാളെ ശരിയാക്കി അവസാനം ടീ ആക്കി കളിക്കോ. അതൊരു വിശ്വാസമാണ്, ശരിയല്ല. വിശ്വാസം നല്ലോണം ജാഗ്രത ആക്കണോ, നല്ല യക്കീനിൽ നിൽക്കണോ, വൃത്തിയിൽ നിൽക്കണോ, മട്ടത്തിൽ നിൽക്കണോ, ഖുശൂഇനശാത്തിൽ നിൽക്കണോ. അല്ലാഹു അക്ബർ. കഴിഞ്ഞു, ഖലാസ്. കുറെ അവിടെ ഉൾട്ട വട്ടി മറിയാണ്ട നീ ഇങ്ങനെ ഗോളടിക്കുമ്പോൾ അതൊന്നും ഈമാനല്ല. അതൊരു തരം രോഗമാണ്. അതൊരു തരം മാനസികമായ പൈശാചികമായ രോഗമാണ്. അള്ളാഹു കാക്കട്ടെ. എന്നാൽ മജ്ലിസിലുള്ളവർ അങ്ങനെയല്ല, കിടാക്ക് അങ്ങനെയല്ല. എന്നാൽ അവർക്ക് പിന്നെ കിടാവ് എപ്പോഴും കിടാവന്നല്ലേ. കിടാവ് എപ്പോഴും കിടാവന്നെ. അത് വിരിച്ചെടുത്ത് കിടക്കല. അതിന് വയലിന്റെ മജ്ലിസായും കണക്ക്, ഔലിയാന്റെ മജ്ലിസായും കണക്ക്, ഏണിന്റെ അടിയായും കണക്ക്, പള്ളിന്റെ മേറാബായും കിടാനും കണക്ക്. അതുകൊണ്ടല്ലേ റസൂൽ പറഞ്ഞു കിടാന്, ചെറിയ കിടാനെ പള്ളി കൊണ്ടരണ്ട, ചെറിയ കിടാനെ പള്ളി കൊണ്ടരണ്ട. എന്റെ പള്ളിന്റെ കൊവള മാറില്ല, പള്ളിന്റെ മിനാരം പൊളിയാല. പക്ഷെ നിസ്കരിക്കുന്നവർക്ക് ഡിസ്റ്റർബ് ആവും, വിശ്വാസാവും. കിടാന് പള്ളിന്റെ ഗൗരവം അറിയില്ല. ചില ആൾക്കാർ അങ്ങനെ ഉണ്ട്. ചില നല്ല ഈമാന്താരികളായ ബാപ്പന്മാർ, ഓൻ വലിയ ഓന്റെ 4 കിടാക്കളെ. ഇപ്പൊ പുതിയ ലേറ്റസ്റ്റ് സ്റ്റൈൽ എന്താ പറഞ്ഞാൽ, ഈ ചങ്ങായി ഗൾഫിൽ നിന്ന് വന്നെങ്കിൽ, ഗൾഫിൽ നിന്ന് വരുമ്പോൾ ചെറിയൊരു റൗണ്ടിന്റെ ഒരു വള്ളി കൊണ്ടിരുന്നേ, നല്ലൊരു ഖത്തറിന്റെ അമീറിന്റെ ഒരു കോട്ടും കൊണ്ടിരുന്നത് ചെറുത്. എന്നിട്ട് കിടാവിന് ഇട്ടിട്ട് കൈ പിടിച്ചിട്ട് വേണ്ട കൊണ്ടത് നിർത്തട മിഹ്റാബിന്റെ നേരതായ ഇത്ര കൊള്ള കിടാവും. ഫുട്ബോളിൽ അത്ര വണ്ണം കൂടിയില്ല. എന്നിട്ട് ഓനിപ്പുറത്ത് സംഗതി എന്തത്, എന്റെ കിടാവ് എന്നെ പോലെ നിസ്കരിക്കുന്നത് നാട്ടുകാരെ കാട്ടണം. അതിന് കൊണ്ടു പള്ളി എന്നിട്ട് എന്തായി, എല്ലാരും നിസ്കാരം എടുക്ക. കിടാ അങ്ങ് തിരിയുന്നു, കിടാ ഇങ്ങ് തിരിയുന്നു. അതിന്റെ ഇടയ്ക്ക് കിടാവ് മൊബൈൽ, വാപ്പാന്റെ മൊബൈലിൽ ഒരു പാട്ടും വെച്ച് ഹൽദിർജു പ്യാർ കരേഗാ. കിടാനറിയ ഇത് പള്ളിൻ്റെ ഉള്ളിൽ. ഏതുവരെ അറിഞ്ഞെങ്കിൽ മുഞ്ഞാന്ന് എന്നോടല്ലേ ഒരാൾക്ക് വേല ചെല്ലെന്നറിഞ്ഞാ നിങ്ങൾ കിടാക്ക. വലിയ പള്ളി ആയതുകൊണ്ട് ചെല്ലല്ല ഹെളന്റെ മൊത്തം അവിടെ അങ്ങനെ. അപ്പൊ അയാൾ ചെല്ലു ഉസ്താദെ കാര്യമായിട്ട് കിടാക്ക നല്ലോണം ചെറിയ കിടാക്ക, തമ്മീസാവാത്ത കിടാക്ക, തക്ലീഫാവാത്ത കിടാക്കല്ല, ചെറിയ കിടാക്ക. അവർക്ക് ഏത് പള്ളി, ഏത് പറമ്പ്, ഏത് മിഹ്റാബ്, ഏത് മെമ്പർ എന്നറിയാല. അവ ആ കിടാക്കലും